ഇതുപോലത്തെ ഒരു ഡിസൈൻ ഞാൻ വേറെ സ്ഥലത്ത് കണ്ടിട്ടില്ല. 650 റേഞ്ചിലൊക്കെ വരണതാണ്. നല്ല സെലക്ഷൻ ആണ്. പിന്നെ സ്റ്റാഫും പറയാതെ പറ്റില്ല. ഇത് നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ്, ഹാൻഡ് പെയിന്റിംഗ് ആണ്. ഓണം വിഷു എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഓൺ ഡിസൈൻസും കൂടി ഉണ്ടല്ലോ, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് തിരക്കില്ല. നമ്മൾ സ്ഥിരം വരുന്ന ഒരു കസ്റ്റമറാണ്. നവരത്ന ഡിസൈൻ എന്നാണ് ഇതിന് പറയുക. ബോഡിയിൽ ഈ റെഡ് ആൻഡ് ഗോൾഡൻ ആ ഒരു കോമ്പിനേഷൻ ആണ് ചെയ്തത്. ശബ്ദം കേട്ടപ്പം പെട്ടെന്ന് മനസ്സിലായി. അത്രയ്ക്ക് ബോറാണ് എന്റെ ശബ്ദം. എനിക്ക് ഈ വർഷം ഏറ്റവും ഇഷ്ടമായ കുട്ടികളുടെ ഒരു കളക്ഷനിൽ ഒന്നാണിത്. ഇത് ഭഗവാനൊക്കെ തന്നെ, പക്ഷെ ഭാവയ്ക്ക് ഭാവന്നല്ലേ പറയുള്ളൂ. പകുതി കോട്ടൺ പകുതി ടിഷ്യൂ. 690 ആ റേഞ്ചിലൊക്കെ ഉള്ളു. ഇതെല്ലാം ജക്കാർഡാണ്. നമ്മൾ വീവിംഗിൽ വരുന്നത്. ഇതൊരു ആനയുടെ ഒരു പക്ക ഒരു വെഡിങ് കോൺസെപ്റ്റ് ആണ്. ബുട്ടിക് കളക്ഷൻസ് ആണ്. അങ്ങനെ റയർ പീസുകളാണ്. ഒന്ന് തിരിഞ്ഞ് എന്റെ പൊന്ന് വന്നപ്പോഴുള്ള ലുക്കൊക്കെ മാറി പോയി. നോട്ട് ചെയ്യാറുള്ള ഒരു ഷോപ്പാണ്. അപ്പൊ കുറച്ചും കൂടെ കളക്ഷനും ഇതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ വന്നത്. ഇത് വന്നിട്ട് ഇതില് അതായത് കേരളത്തിന്റെ ആർട്ട് എല്ലാം ഉണ്ട്. കഥകളി ഉണ്ട്, മേളം ഉണ്ട്. ബ്ലൗസിന് മെറ്റീരിയൽ എടുത്തു, സാരി എടുത്തു, മുണ്ടെടുത്തു. ഓണത്തിനുള്ള ഫുൾ പർച്ചേസ്. ഇതിപ്പോ നമ്മള് പുതിയതായിട്ട് ചെയ്തേക്കുന്ന ബ്ലാക്കില് ഡൈ ചെയ്ത് എടുത്തേക്കുന്ന ഹാൻഡ്ലൂം സെറ്റും ഉണ്ട്. വെഡിങ്ങിന്റെ പർച്ചേസിനായിട്ട് വന്നതാണ്. ഷർട്ടിനും ഉണ്ട് കുറച്ച് വെറൈറ്റി. ഓണം വരുമ്പോ മൽമൽ വേണം എന്നുള്ള ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ഷോർട്ട് കുർത്തയും കൂടി ആകുമ്പോൾ കുട്ടിയുടെ വൈബ് വേറെ തന്നെ. ഈ മദ്രാസ് ചെക്ക് തൂക്കി എന്നൊക്കെ പറയാ, അതുപോലെയാണ്. പിന്നെ ഞാൻ എല്ലാ കൊല്ലം വന്ന ഓണത്തിന് ഇവിടുന്ന് എടുക്കാറുള്ളൂ. ഇതൊടുത്ത വല്ല ലക്കി ഉണ്ടോ? ഉണ്ടാവൂലോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ സെർവ്. കാഞ്ചി കോട്ടൺ എന്ന് പറയും. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്തു. എൻ്റെ സിസ്റ്ററിന് ഓസ്ട്രേലിയയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ്. സെറ്റ് മുണ്ട് അങ്ങനെ ഉടുപ്പിക്കുന്ന പരിപാടി ഇല്ല. ഡിസൈൻസ് കണ്ടപ്പോ തന്നെ ഇതാണ് ഈ വർഷം കുട്ടികളുടെ ഞങ്ങളുടെ ട്രെൻഡ്. ടിഷ്യൂലി ഈ ഒരു കസവ് നിലയം നമ്മുടെ ഈ ഒരു മുണ്ട് തൂക്കി വെഡിങ് കളക്ഷൻ. ഇത് ഒരു നാരായണപ്പേട്ട് എന്ന് പറയും ഒരു മെറ്റീരിയൽ ആണ്. ഞാനൊരു ടിപ്പിക്കൽ ഓണം വൈബ് സാരി എടുക്കാനല്ല വന്നത്. കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ള ടൈപ്പാണ് നോക്കിയത്. നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് കൊച്ചു കുട്ടികൾക്ക് ഡയറക്റ്റ് ഫ്രം വീവേഴ്സ് നമ്മളത് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നു. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിൻ്റെ പീക്ക് ടൈമാണ്. ഓണത്തിൻ്റെ പീക്ക് ടൈം ആയാലും അല്ലെങ്കിലും നമ്മൾ ഒരു മാസം മുന്നേ നമ്മൾ ഓണത്തിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങില്ല. എവിടെ നിന്ന് മേടിക്കണം, എന്ത് മേടിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ്. അപ്പോൾ തൃപ്പൂണിത്തുറ സാധാരണ നമ്മുടെ മൈൻഡിൽ എന്താ ഓണം എന്ന് പറയുമ്പോൾ കസു സാരി, കസുമുണ്ട്, ധോത്തി അങ്ങനെയൊക്കെയല്ലേ കസുവിൻ്റെ റിലേറ്റഡ്. അപ്പോൾ തന്നെ മനസ്സിലോടി വരുന്നത് എന്താണ്? കുത്താമ്പുളി. പക്ഷെ കുത്താമ്പുളി വരെ പോകണ്ട, കാരണം കുത്താമ്പുളിയിൽ നെയ്ത് വരുന്ന സാധനം എവിടെ ഇരിക്കണോ? ദാ കസവ് നിലയം. അപ്പൊ ഇവര് ഡയറക്റ്റ് നെയ്ത് അവിടെ നിന്ന് നെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. ആക്ച്വലി ഇവർക്ക് തറിയുണ്ട്, ഇവർക്ക് ഓൺ മാനുഫാക്ചറിങ് ആണ്. അപ്പൊ അങ്ങനെ കുറെ കസവ് സാരീസ്, കസവ് മുണ്ട്, ധോത്തീസിന്റെ ഒക്കെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ സെയിം റേറ്റിന് കിട്ടും. അപ്പൊ അവിടെ വരെ പോകണ്ട, ഡയറക്റ്റ് തൃപ്പൂണിത്തുറയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചു തരാം. അപ്പൊ നമ്മൾ കറക്റ്റ് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ, നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ്. ഇതാ കാണുന്നത് അമ്പലമാണ്. അമ്പലത്തിന്റെ പേര് കറക്റ്റ് ആയിട്ട് എന്തോ പൂർണ്ണി ക്ഷേത്രം എന്ന് അങ്ങനെ എന്തോ പറയും. ഇവിടുത്തെ കാര്യമാണോ? അല്ലേ? അല്ല, ഈ അമ്പലത്തിന്റെ പേര് ചോദിക്കാനാ? ആ, ഒരു മിനിറ്റ്. പൂർണ്ണത്രേശ ടെമ്പിൾ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് കയറാണോ? ഓക്കെ, എന്തായാലും ഹാപ്പി പർച്ചേസ്. ഒന്നുകൂടി പറഞ്ഞ ഹാപ്പി ഓണം. പൂർണ്ണത്രേശ ടെമ്പിൾ. തൃപ്പൂണിത്തുറക്കാർക്കൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം ആ ഒരു അമ്പലം. പക്ഷെ എനിക്ക് അറിയുന്ന ഒരു സ്ഥലമുണ്ട്, സ്റ്റാച്യു ജംഗ്ഷൻ. ഇതാണ് കൂടുതൽ ആക്ച്വലി അറിയപ്പെടുന്നതും അതും അറിയപ്പെടുന്നതാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ആ വഴിയുടെ നടുക്കിലായിട്ടാണ് നമ്മളിപ്പോ ഉള്ളത്. യെസ്, കസവ് നിലയം. ഫുൾ കുത്താമ്പുളിന്ന് നെയ്ത് വരുന്നത്. കുത്താമ്പുളി സാരീസ്, സെറ്റുമുണ്ട്, അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ കൊടുത്ത സാരി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അരയണ്ണം ഡിസൈൻസ് ആണ്. ഇത് ഫുൾ വീവിങ്ങിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ ശരിക്കും ഇവിടെയും ഉണ്ട് കുറേ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എംബ്രോയിഡറി വർക്കിൽ ചെയ്തിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ്. അപ്പം നമുക്ക് കയറി നോക്കാം. എന്താണ് ഓണായി കേട്ടോ. ഹാപ്പി ഓണം. വാ, അപ്പൊ കയറാം. നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഒരു ദൈവത്തിന്റെ വിഗ്രഹമാണ്, ഗണപതിയാണ്. അപ്പൊ നമുക്കൊരു അനുഗ്രഹം മേടിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഓണം അടിപൊളിയാവട്ടെ എല്ലാവരുടെയും, അല്ലേ? ജാതി മതം ഒന്നുമില്ല, എല്ലാവർക്കും അനുഗ്രഹമുണ്ട്. അപ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ തിരക്കുണ്ട്. അതാദ്യം നോക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ എന്താ കളക്ഷൻസ് നോക്കാം. അവരോട് ഒരു അഭിപ്രായം കൂടി നമുക്ക് ചോദിച്ചറിയാം എന്താണെന്നുള്ളത്. ഹലോ ഹലോ ഹായ്. ഓണായി, ബില്ലിംഗ് സെക്ഷനിൽ തിരക്കായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? കളക്ഷൻസ് തിരക്കില്ല. നമ്മൾ സ്ഥിരം വരുന്ന ഒരു കസ്റ്റമറാണ്. അതെയാ? ഇവിടുത്തെ ആൾക്കാർ തന്നെയാണോ?
അതെ ഇവിടെ തന്നെ ഇവിടുത്തെ തന്നെയാണ്. വടക്കേക്കോട്ട വൈഫിനാണ് കൂടുതൽ പറയാനായിട്ടുള്ളത്. കൂടുതൽ അഭിപ്രായം അവിടുന്ന് അവിടെ നിന്നാണ് കിട്ടുന്നത്. സാധാരണ നമ്മൾ പെണ്ണുങ്ങളാണ് കൂടുതൽ ഒരുങ്ങുന്നത്. അപ്പൊ എന്താ അഭിപ്രായം ഇവിടുത്തെ ഓണായിട്ട് സെറ്റ് സാരി സെറ്റ് മുണ്ട് എന്താ മേടിച്ചേ? ഇപ്പൊ ഞാനൊന്നും എടുത്തിട്ടില്ല, പക്ഷെ സ്ഥിരം ഞാൻ ഇവിടുന്ന് എടുക്കാറ്. നല്ല സെലക്ഷനാണ്, പിന്നെ സ്റ്റാഫും പറയാതെ പറ്റില്ല. കസ്റ്റമർ വളരെ നല്ല അഭിപ്രായം എല്ലാവരും. അതെ. ഇപ്പൊ കളക്ഷനും ഉണ്ട്. ഇപ്പൊ എന്താ എടുത്തപ്പോ ആൾക്കുമുണ്ട്? ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബ്ലൗസ് പീസ് എടുത്തുള്ളൂ, അതെ. എടുക്കാൻ വരുന്നേ ഉള്ളൂ ഓണത്തിന്റെ. ബ്ലൗസ് ആണ് ആദ്യം സെറ്റ് ആക്കണം. സാരി പിന്നെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നല്ല ഉറപ്പാണ്. കളക്ഷൻ ഞാൻ ഇടയ്ക്ക് വന്ന് എടുക്കുന്നതാണ്. ഇടയ്ക്ക് വന്ന് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. വേറെ ഒരാളും കൂടെ ഇവര് നേരത്തെ ഞാൻ കണ്ടായിരുന്നു മുകളിൽ വെച്ചിട്ട്. കിട്ടിയോ? എടുത്തു. ഇത് ഇവിടെ ഒരുമിച്ച് വെച്ച് എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് എന്ന് പറഞ്ഞ എന്താണ് കുറെ നേരം അവിടെ സാരി കിടന്ന് ചുറ്റി നോക്കണ്ടായിരുന്നു. എന്തോ റിസപ്ഷൻ ആയിട്ട് വന്നതാണ്. ഒന്നുകൂടി കേട്ടില്ല. വെഡിങ്ങിന്റെ പർച്ചേസിനായിട്ട് വന്നതാണ്. അപ്പൊ ഓണ വിഷു ഒന്നും ഇവിടെ ഫെസ്റ്റിവൽ ഒരു വിഷയമല്ല, ഒരു വെഡിങ് പാർട്ടിക്ക് വരെ ഇവിടെ കയറി വരാം അല്ലെ? എങ്ങനെയുണ്ട് സെലക്ഷൻ ഒക്കെ? നല്ല സെലക്ഷൻ ഉണ്ട്, ഇവിടെ വരാറുള്ളതാണ്. അതെ, പക്ഷെ എല്ലാരോടും ചോദിച്ചാൽ ഇതിന് പറയാളോ, ഞാൻ വരാറുണ്ട്, ഇവിടേക്ക് വരാറുണ്ട്. അപ്പൊ നമുക്ക് മാത്രം ഈ ഒരു കട പുതുമയാണ് അല്ലെ? ഓക്കെ. എന്നാ വെഡിങ്? സെപ്റ്റംബർ 15-നാണ്. ഇയാളുടെ ആണോ? എന്റെയാണ്. കല്യാണത്തിന് ക്ഷണിക്കുന്ന പോലും ഇല്ലേ? വരണം. സ്ഥലം മാത്രം ഞങ്ങൾ പറയൂല, വന്നു കഴിഞ്ഞാൽ ഫുഡ് തയ്യൂല. നിങ്ങളിത് പബ്ലിക്കായിട്ട് കാണിക്കില്ലേ, അപ്പൊ എല്ലാവരും വരും. അതാണ് കാര്യം. അപ്പൊ സെപ്റ്റംബർ 15-ാം തീയതി എന്തായാലും അവരുടെ ഭാഗ്യം എന്റെ ഭാഗ്യം. ഒരു ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു കസ്റ്റമർ കൂടി പിടിച്ചിട്ട് നമുക്ക് കയറാം. എന്താണ് മെറ്റീരിയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? മെറ്റീരിയൽ ബ്ലൗസിന് മെറ്റീരിയൽ എടുത്തു, സാരി എടുത്തു, മുണ്ടെടുത്തു. ഓണത്തിനുള്ള ഫുൾ പർച്ചേസ്. ഓണാണ്. അതെ. ലാസ്റ്റ് ഒരു പീക്ക് ടൈം ആയാലും തലേ ദിവസം ആയാലും ഞങ്ങൾ ഓണം കളക്ഷൻ എടുത്തിരിക്കും. അതല്ലേ? പിന്നെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ, മദ്രാസ് ചെക്ക് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവരും പറയാം. എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്? മദ്രാസ് ചെക്ക്. അതാണ് ഇപ്പൊ മേടിക്കാൻ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ മദ്രാസ് ചെക്ക്? ബ്ലൗസ് തയ്ക്കാനാണോ? ബ്ലൗസ് തയ്ക്കാൻ. ഓക്കെ. സോഫ്റ്റ് കോട്ടൺ ഒരു സാരി എടുത്തു, അതിന് പറ്റിയ. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പൊ എടുത്തതൊക്കെ പോട്ടെ. ഇത് കൂടാണ്ട് നിങ്ങളിപ്പോ എങ്ങനെ മീൻസ് എപ്പോഴും വരുന്നതാണോ അല്ലെങ്കിൽ? ഓണം വിഷു എല്ലാം ഇവിടെ തന്നെയാണ്. ഗോ ടു പ്ലേസ് ഇവിടെ തന്നെയാണ്. ഇനി ഒന്നും പറയാലോ, ബാക്കിയൊക്കെ ആള് പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇനി ബാക്കി നമുക്ക് ഇവിടുത്തെ ആളെ കാണണ്ടേ, ഇവിടുത്തെ അഭിപ്രായങ്ങൾ അറിയണ്ടേ. ഇത്രയും കാര്യമായിട്ട് ഒരുങ്ങി നിന്ന നമ്മുടെ ഓണർ, എന്താണ് പേര്? പ്രമീള. എന്താ സുന്ദരിയില്ല, 2 മക്കളുടെ അമ്മയാണ്. അത് മക്കളുടെ അമ്മയാന്ന് പറയാൻ പറ്റില്ല, വലിയ മക്കളുടെ അമ്മയാണ്. അതൊക്കെ കേട്ടില്ലേ? എന്നിട്ട് ഇത്ര ചെറുപ്പായിട്ട് നടക്കണത്. നല്ല ഭംഗിയുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. ഓക്കെ, പ്രമീള അല്ലേ? ഓക്കെ, പ്രമീള മാം, നമുക്ക് എന്താണ് ഇവിടെ ആക്ച്വലി ഇത് 2 ഫ്ലോർ ആണ്. 2 ഫ്ലോറിൽ എന്ന് വെച്ചാൽ മുകളിലത്തെ സെക്ഷൻ മൊത്തം വെഡിങ് സെക്ഷൻ ആണ്. ഇനി ഇവിടേക്ക് എന്തൊക്കെയാ വരുന്നത്? ഇവിടെ നമ്മൾ മോസ്റ്റ്ലി ഇത് ഇവിടെ സ്റ്റോക്ക് ചെയ്തേക്കണത് നമ്മുടെ കേരള ട്രഡീഷണൽ പ്രോഡക്റ്റ് ആണ്. നമ്മൾ കുത്തമ്പളിക്കാരാണ്, അപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് തന്നെയാണ്. ട്രഡീഷണൽ വെയറിൻ്റെ കളക്ഷനാണ് സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ കുത്തമ്പളിക്കാരായതുകൊണ്ട് തന്നെ, പിന്നെ ഓണം ആയതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇവിടെ ഫ്രണ്ടിൽ ഈ കുത്തമ്പളി നിങ്ങളുടെ ഓൺ തരി മാനുഫാക്ചർ ഇതൊക്കെ പറയുന്നത് സത്യമാണോ? അതെ, നമുക്ക് എന്താ പറയാ, വർഷങ്ങളായിട്ട് നമ്മൾ ഇന്നലെ തുടങ്ങിയ ബിസിനസ് ഒന്നും അല്ല, 10-25 വർഷമായിട്ട് നമുക്ക് ബിസിനസ് ഉള്ളതാണ്. അപ്പം നമുക്ക് അല്ലാത്തതും പർച്ചേസ് ചെയ്യണതും അല്ലാതെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ഒക്കെ നമ്മൾ സ്വയം ഡിസൈൻ ചെയ്യണതൊക്കെ ഉണ്ട് നമുക്കിവിടെ പ്രോഡക്റ്റ്. ഇത് കൂടാണ്ട് നമുക്ക് സ്റ്റിച്ചിങ്സ് കസ്റ്റമൈസ്ഡ് എല്ലാ കസ്റ്റമൈസ്ഡും ഉണ്ടോ? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എല്ലാത്തിനും നമുക്ക് ഇവിടേക്ക് വരാന്ന് ചുരുക്കം പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനിയിപ്പോ ഷർട്ടും അവിടെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാം. കൂടുതലും ഞാൻ ഓണായതുകൊണ്ട് സെറ്റ് സാരി സെറ്റും ഉണ്ട്, ധോത്തീസ്, ഇതാണ് മെയിൻ കാണിക്കാൻ വന്നിരിക്കുന്നത്. കുട്ടികൾ വിഷമിക്കേണ്ട കേട്ടോ, അവർക്കും ഉണ്ട് കളക്ഷൻസ്. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ആകെ ഒരു കൺഫ്യൂഷൻ. സാരി സെക്ഷൻ ഇതാണ് സാരി സെക്ഷൻ. ഓക്കെ, ഇത് എല്ലാ ടൈപ്പ് സാരീസ് ഉണ്ട് നമുക്ക്. നോർമലി ഇതുപോലെ ഒരു ബ്ലോക്ക് പ്രിന്റ് സാരീസ്, നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റുകളൊക്കെ നമ്മൾ തന്നെ പ്രിന്റ് സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യിപ്പിക്കണതാണ്. നമുക്ക് റേറ്റ് ഒന്നും പറഞ്ഞല്ലോ, കാരണം ഇത് റീറ്റെയിലും കൂടിയാണ്. അപ്പൊ ഇതൊരു 650 റേഞ്ചിലൊക്കെ വരണതാണ്. ആ ഒരു റേറ്റിൽ നമ്മൾ ആദ്യം ഈ പുറമെ കടയൊക്കെ കാണുമ്പോൾ വലിയ കടയൊക്കെ ഡെക്കറേഷൻ ചെയ്തൊക്കെ കാണുമ്പോഴേ കയറണം എന്നൊരു പേടി ഉണ്ടാവും. റേറ്റ് കൂടുതലാണോ എന്നുള്ളത്. പക്ഷെ ജസ്റ്റ്
650 ഉള്ളൂ കേട്ടോ ഈ സാരിയുടെ റേറ്റ്. അത്രയ്ക്കൊക്കെ റേഞ്ച് വരുന്നുള്ളൂ. ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുളിയിലക്കര സാരിയുണ്ട്, ഇതിന്റെ സെറ്റ് മുണ്ടും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതുല്ലേ ധോത്തിയും ഉണ്ടാവില്ലേ? ധോത്തിയുണ്ട്. ധോത്തിയും വരുന്നുണ്ട്. അപ്പൊ ഒക്കെ 1000ന്റെ താഴെ റേഞ്ചിനാണ് ഇപ്പൊ. അല്ല, അതൊക്കെ ഒരു 700, 690 ആ റേഞ്ചിലൊക്കെ ഉള്ളു. ഇത് മുള്ളോത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. മലയാളീസ് സെറ്റ് മുണ്ട് കൊടുക്കുന്നവർക്കെല്ലാം അറിയാം. മുള്ളോത്തിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതെ, അത് പ്രത്യേകിച്ച് നമ്മുടെ വയസ്സായവരുടെ ഇടയിൽ ചർച്ച കൂടുതലാണ്. മുള്ളോത്ത് സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ്സ്, ഇതുപോലെ ബ്ലോക്ക് പ്രിന്റ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു റേറ്റിലാണ് വരുന്നത്, ഒരു 700ന്റെ അകത്താണ് വരുന്നത്. ബിലോ 700 ആ റേഞ്ചാണ് വരുന്നത്. ഇപ്പൊ കാണിക്കുന്നത് കോട്ടൺ ആണ്. എന്നാൽ ടിഷ്യൂ വെയിറ്റ് ചെയ്യൂ. അപ്പൊ കോട്ടന്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് നോക്കിയ അജ്രക്കിന്റെ പാച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അജ്രക്കിന്റെ പാച്ച് വർക്കില് ഇതില് വിത്ത് ബ്ലൗസ് ആണോ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? അതെ, വിത്ത് ബ്ലൗസോടുകൂടിയാ വരണത്. അത് വിത്ത് ബ്ലൗസ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാണുന്നത് പാച്ച് അതെ പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ചേട്ടന്മാര് ചേച്ചിമാർ അതെ വിത്ത് ബ്ലൗസ്. വിത്ത് ബ്ലൗസിൽ പാച്ച് വർക്കിന്റെ ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. ഒക്കെ എന്താ പറയുക, നിസ്സാര റേറ്റ് ഉള്ളൂ, എഫോർട്ട് ചെയ്യാൻ പറ്റിയ റേറ്റ് ഉള്ളൂ. ചേച്ചി എടുത്ത് കൊടുക്കണം കേട്ടോ, ഞാൻ ആൾക്കാർ വരുമ്പോ ഇതേ അല്ലേ കാണിച്ചു കൊടുക്കല്ലേ? ചേട്ടനും ഉണ്ട് കൂടെ, കട്ടയ്ക്ക് സപ്പോണാണ്. ഇതുപോലെ ടിഷ്യൂല് എംബ്രോയിഡറി വർക്ക്, ഇതുപോലെ എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്താണിയില് ഓരോന്നോരോന്ന് നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ ചേച്ചിയും ചേട്ടന്മാരും കൂടിയിട്ട് ഇങ്ങനെ തുറന്നൊരു ഡിസൈൻസ് നമുക്ക് കാണിച്ചാൽ നല്ല അറിയുള്ളൂ. കണ്ടോ, ഫുൾ ടിഷ്യൂല് ഇങ്ങനെ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ അധികമൊന്നും ഇല്ല, നിസാര റേറ്റ് ഉള്ള റീറ്റെയിലാണ്. പിന്നെ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ടോ? ഓൺലൈൻ പേജ് ഉണ്ട്. ഓൺലൈൻ പേജ് ഉണ്ടെന്നല്ല, നമുക്കിപ്പോ ഒരു പീസ് ഇപ്പൊ എനിക്കിത് ഇഷ്ടമായി, ഇത് എനിക്ക് അയച്ചു തരും. നമുക്ക് ഡെലിവറി ഓൺലൈൻ ഉണ്ട്. ഇതേ അടുത്തൊരു എംബ്രോയിഡറിയുടെ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എംബ്രോയിഡറിയോ പ്രിന്റോ എന്ത് വേണമെങ്കിലും ആവട്ടെ, എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ നോട്ടം എന്താ ഈ സാരിക്കാണ്. ഇത് പല്ലു ആണ്, അതില് നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി കേട്ടോ. ഒരു പിടിച്ചോ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഡിസൈൻ ഞാൻ വേറെ സ്ഥലത്ത് കണ്ടിട്ടില്ല. സീരിയസ്ലി പറയാണോ, അത് ഇവിടെ മാത്രമാണ്. ഇത് ഈ ഒരു സാരി നിങ്ങൾക്ക് കൊണ്ടുപോയി കസൊന്നില്ലയോ? അല്ല, ഈ ഡിസൈൻ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അടിപൊളിയാണ് ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രിന്റും കൂടി വരുന്നുണ്ട്. ബോഡി ഫുൾ വർക്കാട്ടോ. ഇതാ ഇതും അത് കുഞ്ഞകൃഷ്ണൻ ഉണ്ണിവാവ. ഇത് വലുത് ഭഗവാനൊക്കെ തന്നെ, പക്ഷെ ബാവയ്ക്ക് വാവന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഇത് ഫുൾ ബോഡി ഫുൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഫുൾ പ്രിന്റിലാണ് വരുന്നത്. മൾട്ടി കളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതും ടിഷ്യൂലാണ് ഇത് വരുന്നത്. ടിഷ്യൂല് തന്നെ നമുക്ക് 2 ഷെയ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു ചോപ്പിൽ പെട്ട ഷെയ്ഡ്, അതൊരു മഞ്ഞയിൽ പെട്ട ഷെയ്ഡ്. ഇത് നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ്, ഹാൻഡ് പെയിന്റിംഗ്. ഇതാണ് മാം ഉടുത്തിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ നമ്മുടെ മാം ഉടുത്തിരിക്കുന്നത്. അത് വേറെ ഷെയ്ഡാണെന്നേ ഉള്ളൂ, പിങ്ക്. പക്ഷെ രണ്ടും ഭംഗിയുണ്ട് കേട്ടോ, രണ്ടും കളർ അടിപൊളിയാണ്. ഇതിനും ഇതൊക്കെ നമ്മൾ പോൾക്ക ഡോട്ട്സ്, നമ്മൾ ഇതും ഇവിടെ നിങ്ങളുടെ ഓൺ ഇതാണ് ഡിസൈനാണ്. ഇതിന്റെ ഓൺ ഡിസൈനാണ്. ഇത് കാണിച്ചോണ്ടിരിക്കുമ്പോഴേ അങ്ങോട്ട് നോക്കിയേ അവര് ഡിസൈഡ് ചെയ്ത ഈ സാരിയാണോ വേണ്ട ആ സാരിയാണോ വേണ്ട എന്നിട്ട് ഡിസൈൻ ഇല്ലേ, കൈ ചൂണ്ടി കാണിച്ചില്ലേ ഈ ഡിസൈൻ ഇതാ വേണേ അതാ വേണ്ട എന്നുള്ളത്. അപ്പൊ എന്തായാലും അങ്ങോട്ട് വരാം, ഒന്ന് ചോദിക്കാം. എന്തായാലും ഈ ഡിസൈൻ അല്ലേ നിങ്ങൾ കണ്ടത്? നോക്കി വന്നതാ. വന്നപ്പോഴേക്ക് തന്നെ അത് തുറന്നു കണ്ടു, നോക്കുമായിരുന്നു, അത് ചോദിക്കുമായിരുന്നു. ഈ വർഷത്തെ എന്താണ് നിങ്ങളുടെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിക്കുമായിരുന്നു. ഇഷ്ടപ്പെട്ടാ? പിന്നെ ഞാൻ എല്ലാ കൊല്ലം വന്ന ഓണത്തിന് ഇവിടുന്ന് എടുക്കാറുള്ളൂ. എന്റെ പേര് മറിയം. ആ മറിയല്ലോ, സിൽമ കെട്ടിയോളെ. ബാക്കി ഞാൻ പറഞ്ഞു ചിലപ്പോ കോപ്പിറൈറ്റ് ആയി മാറും, അത് കാരണം ചെറിയൊരു ഹിന്റ് കൊടുത്തതാ. ഇത് ഫ്ലോറലാണ്. ഫ്ലോറലിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? പിന്നെ നിങ്ങളുടെ ഓൺ ഡിസൈൻസും കൂടി ഉണ്ടല്ലേ, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുറെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. എല്ലായിടത്തും കിട്ടുന്നതിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഉടുത്ത ചേച്ചി പെട്ടെന്ന് അത് എടുത്തു, നമ്മുടെ അരിയണ്ണം അല്ലേ, സ്വാൻ ഇതാണ് ഡിസൈൻസ് വരുന്നത്. അപ്പൊ അതില് എന്താ പ്രത്യേകത എന്ന് പറയാനാണെങ്കിൽ ഈ ഒരു കണ്ണ് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ പച്ചയാണെങ്കിൽ ചോപ്പ് കിട്ടും, അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഉടുത്ത സെയിം സാരി കളക്ഷൻ, ഇത് പ്യുവർ ടിഷ്യൂല് അല്ലേ? പ്യുവർ ടിഷ്യൂലാണ്. പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക് ബോർഡറിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ, ബോർഡറിൽ ഇങ്ങനെയൊക്കെ വർക്ക്.
ഇനി അടുത്തൊരു സാരിയും കൂടി എടുക്കാണ്. സാരികൾ കാണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇത് നമ്മള് പ്യൂർ ഹാൻഡ്ലൂമിലാണ് ഗോൾഡൻ ജെറിയൊക്കെ വരണ പ്യൂർ ഹാൻഡ്ലൂം സാരീസ്. ഇതെന്തോ പ്രത്യേകത ഉണ്ട്. നവരത്ന ഡിസൈൻ എന്നാണ് ഇതിന് പറയുക. ഓരോന്നിനും ഒരു പേരുണ്ട്. ഇത് നവരത്ന ഡിസൈൻ എന്ന് പറയുന്ന പ്യൂർ ഹാൻഡ്ലൂമിൽ വരുന്ന സാരിയാണ്. അതിൽ ടെമ്പിൾ ഡിസൈനിൽ ഉണ്ട്. അല്ല, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. സാധാരണ ഈ നവരത്നരെ മോതിരം, മാല, ഇതൊക്കെയാണല്ലോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്നത് ഓരോരോ ലക്കി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് കൊടുത്ത വല്ല ലക്കി ഉണ്ടോ? ഉണ്ടാവൂലോ, അതിന്റെ എടുപ്പുണ്ട് ഇതിന്. ആ ഒരു സെയിം ആ ഒരു റിച്ച്നെസ് ഇതിൽ ഫീൽ ചെയ്യുന്നില്ലേ? ടെമ്പിൾ ഇതൊരു വെഡിങ് ടീമിനൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു സാരി കളക്ഷൻസ്. ഓക്കെ, ഇതിന് വിത്ത് ബ്ലൗസ് എടുക്കാൻ വരുന്നത്. ആക്ച്വലി ഇങ്ങനെ പിടിച്ചോ. ഇത് നമുക്ക് പക്ക ഒരു വെഡിങ് കോൺസെപ്റ്റ് ആണ്. വെഡിങ് അതും നമ്മൾ ടെമ്പിളിൽ കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു സെറി വർക്കിലാണ്. പക്ഷെ ഇത് കുറച്ച് ത്രെഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പിന്നെ നല്ല ബോർഡർ. ഇത് വന്നിട്ട് 8 ഇഞ്ച് ബോർഡറിലാണ് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡിൽ സെയിം വീതിക്കുള്ള ബോർഡറിലാണ്. പിന്നെ സ്ട്രൈപ്പ് കൂടി ആണല്ലോ, അതിൽ ചെറിയ ചെറിയ ബൂട്ടാസ്. ഇതാ മെയിൻ ഹൈലൈറ്റ്. ഇതില് സെപ്പറേറ്റ് ആയിട്ടാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. ഡോട്ടിന്റെ ഗോൾഡൻ മാത്രല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് നോക്ക്, കളറിലും കണ്ടോ നിങ്ങള്? കളർ പിന്നെ ഞങ്ങൾ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അല്ല, സീരിയസ്ലി നമ്മൾ കൂടുതൽ ഗോൾഡൻ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്ന ഇപ്പൊ കസ്റ്റമൈസ് ഇതൊന്ന് പൊന്തിച്ച് ഒന്ന് കറക്റ്റ് ആയിട്ട് അവര് ഇത് കാണിക്കാൻ വേണ്ടിട്ടേ നിങ്ങൾ ഇത് പെട്ടെന്ന് വന്ന് എടുത്തോളൂ. കാരണം ഓണത്തിന്റെ പിക് ടൈം ആണ്. ചിലപ്പോൾ തലേദിവസം വന്നാലും നമുക്ക് നല്ല കളക്ഷൻസ് ഒക്കെ കിട്ടും ഇല്ലേ? അവര് ഓൾറെഡി മാനുഫാക്ചേഴ്സ് ആണ്. പിന്നെ ഈ മാനുഫാക്ചേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അവിടുന്ന് കസ്റ്റമൈസ് ചെയ്യണതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഒരു കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റുമോ? നമുക്ക് ചെയ്തു തരാം. ഒരു 20 days ആണ് നമ്മളതിന് ചോദിക്കണം. മീൻസ് ഒരു പ്രോഡക്റ്റ് അവരുടെ മനസ്സിലുള്ള ഡിസൈന് നമ്മളോട് പറഞ്ഞ് നമ്മളത് വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ച് വരുമ്പോൾ ഒരു 20 days എടുക്കും. അത് നമുക്കറിയാം. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വിട്ടിട്ട് ഒരു 2 കൈയും 2 കാലും കൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് അത്രയും ഒരു കറക്റ്റ് പെർഫെക്ഷൻ വരുള്ളൂ. പോരാത്തിന് ഒരു ഡ്രസ്സിൻ്റെ കാര്യമല്ല പറയണം. ഇപ്പം ഒരു മാരേജ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ മാരേജ് ടീം വന്നു കഴിഞ്ഞാൽ അവർക്ക് കേരള പ്രോഡക്റ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കാഞ്ചീപുരം ടൈപ്പ് സാരീസ് അവൈലബിൾ ആണ്. അതും നിങ്ങൾ ചെയ്യണം. അതും ഉണ്ട്. നമുക്ക് കസ്റ്റമൈസ്ഡ് അങ്ങനെ പറഞ്ഞവരെ ഞാൻ വിടൂല. ഷെൽമീന്ന് എടുത്ത് വിളിച്ചു തന്നെ. ഷെൽമീന്ന് എടുത്ത വിളിച്ച ശരി. ശബ്ദം കേട്ടപ്പം പെട്ടെന്ന് മനസ്സിലായി. അത്രയ്ക്ക് ബോറാണോ എന്റെ ശബ്ദം? അങ്ങനെയൊന്നുമില്ല. എവിടുന്നാ വരുന്നേ? അയ്യോ, ചതിയായല്ലോ. ഞങ്ങള് പിറവത്തുനിന്ന്. എങ്ങനെയുണ്ട് ഇവിടെ? നിങ്ങൾ വരാറുണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ. ഇതില് നടന്നു പോയപ്പോ, അല്ലെങ്കിൽ നടക്കുമ്പോഴല്ലേ ഇതിലേ പോയി കാണാൻ പറ്റുള്ളൂ. നടന്നപ്പോ അങ്ങനെ കണ്ടുപിടിച്ചത്. യൂട്യൂബ് ചാനൽ കാണുമ്പോ ഞാൻ കാണും. ടിവിയില് വരും, മൊബൈലില് വരും, ലാപ്ടോപ്പിൽ വരും, ഫോട്ടോ വരും. ഞങ്ങള് ഇതില് നടന്നപ്പോ ഇവിടെ ഒന്ന് കേറാന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചതാന്നല്ലേ? പേര് പറഞ്ഞ? എന്റെ പേര് ആൻസി. ആൻസിക്കുട്ടി. നോക്കിക്കോട്ടെ, ഇപ്പൊ മദ്രാസി ചെക്കാണ് ട്രെൻഡ് പോണത്. അപ്പൊ ഞാനൊന്ന് കുറച്ച് കളക്ഷൻസ് കൂടി കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാം. പോൾക്ക ഡോട്ട് പോലെയുള്ളത്. പോൾക്ക ഡോട്ട് പോലെയുള്ളത് അത് എടുക്കണത് ഏതാ? സെറ്റ് സാരിയാണോ സെറ്റ് മുണ്ടാണോ? സെറ്റ് മുണ്ട്. അപ്പൊ സെറ്റ് മുണ്ടിന്റെ സെക്ഷനാണ് ഈ ഒരു ഫുൾ സെക്ഷൻ വരുന്നത് അല്ലേ? അപ്പൊ അതില് പോൾക്ക അതിലും ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് വെറൈറ്റീസ് നമുക്ക് ഇതിൽ നോക്കാം. ആദ്യം ഇവിടുന്ന് പിടിക്കാം. ആളെടുക്കുമ്പോഴേക്കും എടുത്തു പറയുമ്പോഴേക്കും അത്രയും എന്താ പറയാ ഡെഡിക്കേഷൻ ആണെന്ന്. ഇതെല്ലാം ടിഷ്യൂലാണ്. ടിഷ്യൂല് എങ്ങനെ കളേഴ്സ് ആണ് വരുന്നത്. അതുപോലെ ഇതില് നമുക്ക് ഇതുണ്ടാവില്ല, ബ്ലൗസ് ഉണ്ടാവില്ല. ഇല്ല, ബ്ലൗസ് ഉണ്ടാവില്ല. ബ്ലൗസ് ഇല്ല. പക്ഷെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പായ ഡിസൈൻ ആണ് കേട്ടോ. ബോർഡറിൽ വന്നിരിക്കുന്നത് ഇതാ. ബോർഡറിൽ വന്നിരിക്കുന്ന ഈ ഒരു പായ ഡിസൈൻ ഇതൊരു വെറൈറ്റി ആണ്. അതുപോലെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് ടിഷ്യൂല് വരുന്നതാണ്. ടിഷ്യൂ ഇതൊക്കെ ബ്രൈഡിന് പോണ സാധനല്ലേ? ഇത് ആക്ച്വലി നമ്മൾ എല്ലാം ഹാൻഡ്ലൂമിലായിരുന്നു നേരത്തെ ചെയ്തിരുന്നേ. പക്ഷെ ഇപ്പോ അത് കുറച്ച് എന്താ പറയാ റീസണബിൾ ആയിട്ട് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ ഇത് പവർലൂമിൽ ചെയ്തേക്കണ ടിഷ്യൂ സെറ്റും ഉണ്ടാണ്. ഇതെല്ലാം വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റണതാണ്. ഇത് കണ്ടില്ല, ഇതിന്റെ ബോഡിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ അല്ല, സെൽഫ് ഡിസൈൻസ് ഉണ്ട് ഇതില്. ശരിക്കും നമുക്ക് ഹാൻഡ്ലൂമിന്റെ ഫീലിംഗ് കിട്ടും.
എന്നാ പവർലൂം ആണ്. ഹാൻഡ്ലൂം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു 1500 2000 ആ റേറ്റിന്റെ മുകളിലേക്കാ പോവുള്ളൂ. അതിനേക്കാളും കൂടും. നല്ല റേറ്റ് വരും. അത് പ്രത്യേകിച്ച് ഇത്രയും വർക്കൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 6-7 വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുക. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സെറ്റ് മുണ്ടിലാണ് ഇത്. സെറ്റ് മുണ്ടില് പിന്നെ ഇവർക്ക് റെഡിമെയ്ഡ് ബ്ലൗസസും ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിന് റെഡിമെയ്ഡ് ബ്ലൗസ് വേണമെങ്കിൽ അതും ബ്ലൗസ് തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ അത് റെഡിമെയ്ഡ് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് കയറി വരും. രാത്രിയിൽ കയറി നാളെ രാവിലേക്കുള്ള ആവശ്യമാണ്. നാളെ രാവിലെ ഗുരുവായൂരും ടെമ്പിളിൽ പോകണം, ബ്ലൗസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ധോത്തീസ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു നിങ്ങളുടെ അടുത്തേക്ക് വന്നാലേ കുറച്ച് കൂടുതൽ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഇപ്പൊ ഇത് രണ്ടും നമ്മൾ ബ്രൈഡിന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഒരു പായ ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്നതാണ്, ഫുൾ ബീഡ് വർക്ക് വരുന്നത്. ഇതിന് വിത്ത് ബ്ലൗസ് അടക്കം വരുന്ന ഒരു കളക്ഷൻ. ഇതിന്റെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഉള്ളിൽ ഇങ്ങനെയാണ്, പക്ഷെ ബോർഡറിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഇനി നമ്മുടെ ചേച്ചി കാണിച്ചു തരും അടിപൊളി സാരി. ഇതാ കാണിച്ചു, അങ്ങനെ തുറന്നിങ്ങനെ ഇവരുടെ ഇങ്ങനെ പിടിച്ചാലും മതി. ഇതാ ഇതാ സ്ട്രൈപ്പിൽ വരുന്നതാണ്. കളർ കോമ്പിനേഷൻ ഇതാ. ഇത് വിത്തൗട്ട് ബ്ലൗസ് ആണ്. സെറ്റ് മുണ്ടിന്റെ കാര്യം പറഞ്ഞത്. സെറ്റ് സാരിക്കാണെങ്കിൽ ബ്ലൗസിലാണ് ഞങ്ങൾ കൊടുക്കൂല ആ ഒരു കാര്യം. പക്ഷെ സെറ്റ് മുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇത് നോക്കിയാൽ നല്ല ഒരു സ്ട്രൈപ്പിൽ വരുന്ന ഒരു കളക്ഷൻ ഒക്കെ ബ്രൈഡിൽ വരുന്നതാണ് അല്ലേ? ബ്രൈഡ് കളക്ഷൻ. ഇനി മാമിന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസവും ഉണ്ട്. ഇത് വന്നിട്ട് കളറും കസവും കൂടി നല്ല വീതിക്കുള്ള നല്ലൊരു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗെറ്റപ്പായിരിക്കും. നല്ലൊരു പിന്നെ പ്രത്യേകിച്ച് മാമിന്റെ കാര്യം പറയണം. നല്ലൊരു ഷേപ്പില് നല്ലൊരു ഇതില് ഇതൊക്കെ എങ്ങനെ സാധിക്കണം ഇത്രയും ഭംഗിയിൽ? തന്നെ ദൈവം തന്നതാണ്. ഷോ സന്തൂർ മമ്മിയാ, സന്തൂർ മമ്മി. പിന്നെ വരുന്ന ഒരു ഡിസൈൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇതിന്റെ പ്രത്യേകത പറഞ്ഞോളൂ. ബോഡി ഫുള്ള് മൈക്രോ ചെക്സ്, ചെറിയ ചെറിയ ചെക്ക് വരണതാ. ബോഡി ഫുൾ ഉണ്ട് അല്ലേ? ബോഡി ഫുള്ളായിട്ട് ബോഡി ഫുൾ ഇങ്ങനെ മൈക്രോ ചെക്കാണ് വരുന്നത്. എന്നാൽ ഇതിന്റെ ബോർഡർ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇത് ഇതിന്റെ കളർ ചേഞ്ച് ആണോ? അത് അല്ല, ഇതില് ചെക്ക് കുറച്ച് വലിപ്പം കൂടിയതാ, ഇത് ചെറുത്. അപ്പൊ ഏത് സൈസിലുള്ള ചെക്ക് വേണമെങ്കിലും കയ്യിലുണ്ട്. നല്ല വീതിക്കുള്ളതും ഉണ്ട്, വലിയ ചെക്കും ഉണ്ട്. ചെക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുണ്ടിന്റെ കളക്ഷൻസ് ഒന്ന് പിടിച്ചു. ഫുള്ള് ഇങ്ങനെ നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബോർഡേഴ്സ് മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത്. ഇതൊക്കെ ഇത് കോട്ടണിലാണ് വരുന്നത് കേട്ടോ. കോട്ടണിൽ ഇത് ചെറിയ കരയല്ലേ വരുന്നത്? ചെറിയ കര. ഇപ്പൊ ഈ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുളിയിലക്കര, അതുപോലെ അതില് ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കണത്. ഇത് പല രീതിയിലും ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ചെറിയ കസവ് അപ്പുറത്ത് വന്നിട്ട് ഇതുപോലെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കണം. അതിന് വലിയ പൂക്കളുണ്ട്. നമ്മളിപ്പോ ചെക്ക് കണ്ടതുപോലെ തന്നെ സ്ട്രൈപ്സ് ആണ്, ബോഡി ഫുള്ള് സ്ട്രൈപ്സ് വരണത്. അങ്ങനെ പല വെറൈറ്റി. നമുക്ക് സെറ്റ് മുണ്ടിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? നമുക്ക് ഒരു 350 മുതലുള്ള സെറ്റ് മുണ്ട് അവൈലബിൾ ആണ്. അതും റീറ്റെയിലാണ്. അത് നേരിട്ട് വരണമെങ്കിൽ വരാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ദൂരെയാണ്, നമുക്ക് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വീഡിയോ കോള് ഫെസിലിറ്റീസും ഉണ്ട്, ഓൺലൈൻ ഫെസിലിറ്റീസും ഉണ്ട്. എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും. ഇതിന്റെ ഇടയിൽ എന്താ സാരി ഉടുപ്പിക്കേ? അത് ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉടുത്ത് കാണണം, അപ്പൊ പിന്നെ ഉടുത്തും കാണിച്ചു. സെറ്റ് മുണ്ടിലാക്കി ഈ ഒരു പരിപാടി വേറെ ഒരു സ്ഥലത്തില്ല കേട്ടോ. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ സീരിയസ്ലി നമ്മൾ സെറ്റ് സാരി സെറ്റ് മുണ്ട് അങ്ങനെ ഉടുപ്പിക്കുന്ന പരിപാടി ഇല്ല. ഡിസൈൻസ് കണ്ടപ്പോ തന്നെ എന്റെ പൊന്നേ അത് വെറൈറ്റി ആയി. എന്നുവെച്ചാൽ ഇത് ചില ആൾക്കാർക്ക് സെറ്റ് മുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും 2 പീസ് ഇത് ഞാൻ ഉടുത്ത് വരുമ്പോൾ എങ്ങനെയാവും, കൊള്ളാവോ, ഉടുക്കാൻ ഈസി ആണോ, അങ്ങനെയുള്ള കുറെ ഡൗട്ട്സ് ആയിട്ടാണ് ഇവിടെ വരണം. അപ്പൊ അത് നമ്മളിവിടെ ഉടുത്ത് കാണിച്ച് അവരെ ഈസി ആക്കിയിട്ട് കംഫർട്ട് ആക്കിയിട്ട് പറഞ്ഞു. പിന്നെ ഇതിലും ഇങ്ങനെ മീറ്ററിന് വ്യത്യാസമില്ലേ? 2 ഇത് വരുന്നില്ലേ? നീളം കൂടിയതും കുറഞ്ഞതും ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും നല്ല ലെങ്തി വേണം. പണ്ടൊക്കെ നമുക്ക് പല്ലു ഭയങ്കര ചെറുത് മതി, ഇപ്പൊ നല്ലോണം നീട്ടം വേണം. അപ്പൊ നോക്കാം എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു ഇതില് കുടിപ്പിക്കണ്ടല്ലേ. ഇതിനിപ്പോ ഇവര് ഈ സാധനം ഒന്ന് മാറി കഴിഞ്ഞാൽ സെറ്റ് മുണ്ട് കൊടുത്ത ബ്ലൗസ് അല്ലേ? റെഡിമെയ്ഡ് ബ്ലൗസും കൂടി കൊടുത്ത സെറ്റാണ്. ഹലോ ഒന്ന് തിരിഞ്ഞേ. എന്റെ പൊന്ന് വന്നപ്പോഴുള്ള ലുക്കല്ല, ലുക്കൊക്കെ മാറി പോയി, മൊത്തത്തിൽ അങ്ങോട്ട് മാറി. ഇനി ഒരു പൊട്ടും കൂടി ഉണ്ട്. എന്റെ കയ്യിലത്തെ പൊട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തന്നേനെ. ദൂരാൻ പറ്റൂല. ആ ഒരു പൊട്ട് ഒരു മിനിറ്റ്. സാധാരണ ഒരാളുടെ പൊട്ട് വേറെ ഒരാൾക്ക് വെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയാ. പക്ഷെ നമ്മളെ ചേച്ചിയുടെ അനുവാദത്തോട് കൂടിയിട്ട് ഇതാ
എന്റെ പൊന്നെ ഇനി ഒരു ബ്ലൗസ് കൂടി ഇട്ടാ സെറ്റ്, ഇനി വേറെ ഒന്നും വേണ്ട. അടിപൊളി. ഇതാണല്ലേ നമ്മുടെ ഒരു മൈക്രോ ചെക്കിന്റെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ചെക്കാണ് ഇത്. ഇപ്പൊ ഇവർക്കൊരു ഇത് മനസ്സിലൊരു ഇത് പിക്ചർ കിട്ടിയില്ലേ, ഞാൻ എടുത്ത് കഴിയുമ്പോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതിന് വേണ്ടിട്ട് അല്ലേ എല്ലാം പിന്നെ പൊട്ട് തിരിച്ചു കൊടുത്തോളട്ടാ. അത് ഞാൻ ആലോചിക്കട്ടെ. കിട്ടിയതൊന്നും കൊടുക്കുന്ന പരിപാടിയില്ല. ഇങ്ങോട്ട് മാത്രമല്ലോ കൈക്കോട്ട് സ്വഭാവം, അങ്ങോട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ സെറ്റ് മുണ്ട് സെറ്റ് സാരി ആയി. ഇന്ന് നമുക്ക് ചേട്ടന്മാർക്കുള്ള കുറെ ധോത്തീസ്, അത് എവിടെയാ? നമുക്ക് ധോത്തീസൊക്കെ ആ സൈഡിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലേ, കളക്ഷൻസും ഉണ്ട്, സ്പേസും ഉണ്ട്, പിന്നെ കുറെയൊക്കെ നിലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കുറെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ റെഡിമെയ്ഡിന്റെ സെക്ഷൻ ഈ കാണുന്നത് മൊത്തം മെറ്റീരിയൽ, റെഡിമെയ്ഡ് എന്ന് പറയാം, മെറ്റീരിയലിന്റെ സെക്ഷൻ അപ്പുറത്തും ഉണ്ട്, മെറ്റീരിയലിന്റെ സെക്ഷൻ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മദ്രാസി ചെക്ക് അതും ഡിമാൻഡിലാണ്. ചെട്ടിനാട് കോട്ടൺ ചെക്സ് അങ്ങനെ എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ സെറ്റ് മുണ്ട് എടുക്കുമ്പോഴത്തേക്കും ബ്ലൗസും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിനുള്ള കുറച്ച് സ്റ്റോക്ക് പറ്റുന്നത്ര ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ബ്ലൗസിന് അജ്രക്കാണോ ഇക്കത്താണോ കോട്ടന്റെ ഇടണവരുണ്ടാവും, കസുവിന്റെ ഇടണവരുണ്ടാവും, അങ്ങനെ. പിന്നെ ഇത് ഫുൾ നമുക്ക് നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ധാവണിയോ അല്ലെങ്കിൽ പാവാട മാത്രം അങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ ഓണം ഈ മദ്രാസ് ചെക്ക് തൂക്കി എന്നൊക്കെ പറയാ, അതുപോലെയാണ്. മദ്രാസ് ചെക്ക് തൂക്കി ശരിക്കും ഇതാണ് ഇതിന്റെ എന്ന് വെച്ചാൽ പാവാടയുടെ അടിയത്തെ. പക്ഷെ ഒന്നും വേണ്ട, സാരിക്കായാലും അങ്ങനെ വേണമെങ്കിലും ഇതിലും ഉണ്ട് കളക്ഷൻസ്. പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് കളക്ഷൻ ഉണ്ട്. ഇത് ഈ പെൻസിൽ കൊണ്ട് വരച്ച് വെച്ചിരിക്കുന്ന പോലെ അല്ലേ? അതെ, ഇതിപ്പോ ഇത്തവണത്തെ ട്രെൻഡാണ്, പുതിയ ഡിസൈൻ ആണ് ഇത്. ഈ ഡിസൈൻ ഒരു അടിപൊളി ഡിസൈൻസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഇനി ഒരുപാട് പ്രിന്റ് ആണ്, ഇത് ത്രെഡ് വർക്ക് ആണ്. ഓക്കെ, രണ്ടിനും മാറ്റമുണ്ട്. പ്രിന്റ് ആണ്, ത്രെഡ് ആണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ടിഷ്യൂ ആണ്, കോട്ടൺ ആണ്. അങ്ങനെ ഒരു വ്യത്യാസം ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് മെറ്റീരിയൽ സാരിക്കും എടുക്കാം കേട്ടോ, മുറിച്ചിട്ട്. ഇത് നമുക്ക് ഓവറോൾ മീറ്റർ ഒക്കെ എത്രയാ മുറിച്ചെടുക്കാനായിട്ട്? സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഒരു 200 ആ ഒരു ഈ ഒരു കസുവിന്റെ വരുന്നത് അല്ലേ? ഓക്കെ, പിന്നെ മദ്രാസി ചെക്കൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ അറിയാം കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഡബിൾ മുണ്ടിന്റെ സെക്ഷൻ ആണിത്. ഓക്കെ, ധോത്തി ധോത്തിയുടെ സെക്ഷൻ. അതുപോലെ ഏത് കൊല്ലം ഏത് ഒക്കേഷനായാലും ഈ ഒരു കറുപ്പ് ചിക്കൻകാരി കുർത്ത ആണുങ്ങൾക്ക് മസ്റ്റാണ് അല്ലേ? ഇതില്ലാണ്ട് ഒരു മുണ്ടില്ലാണ്ട് ഇവരെ കാര്യം പൂർത്തിയാവേ ഇല്ല. അത് ഏതൊരു ഫംഗ്ഷൻ ആയാലും എത്ര കൊടുത്താലും എത്ര കണ്ടാലും ഒരു പ്രത്യേക ഒരു ആനച്ചന്തം തന്നെയാന്ന് പറയില്ല, പ്രത്യേകിച്ച് ബ്ലാക്ക്. അപ്പൊ ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അല്ലേ? നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്, സൈസസ് അവൈലബിൾ ആണ്. അതും ഇത് മാത്രമല്ല ഒരുപാട് ഷർട്ട്സ് ഉണ്ട്. ഷർട്ടിലേക്ക് ഞാൻ കിടക്കാം. പക്ഷെ ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ധോത്തീസ് ആണ്. ധോത്തീസിലൊക്കെ എങ്ങനെയാ നമുക്ക് അങ്ങോട്ട് കടന്നു എല്ലാരും അവിടത്തെ തിരക്കിലാണ്. അപ്പൊ ധോത്തീസിലേക്ക് കിടക്കാം. അത് മോന് 2 മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, വലിയ മക്കളെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞത്. ആണുങ്ങളെ സെക്ഷനിൽ വന്നപ്പോ മോനുണ്ടെന്ന്. ഇങ്ങോട്ടാണോ കല്യാണം കഴിഞ്ഞത്? അതെ അതെ. എത്ര മക്കളാ? മക്കളായിട്ടില്ല. അല്ല, കല്യാണം കഴിഞ്ഞതായിരുന്ന? ആയിട്ടില്ല, റീസെന്റ് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും മക്കളാവും, ശ്രമിച്ചാ മതി. ഓക്കെ, അപ്പൊ ഇത് ഫുൾ നമ്മുടെ ധോത്തീസിന്റെ ഒരു സെക്ഷൻ. ഇത് ആക്ച്വലി ബ്ലാക്കില് കസവ്, നമ്മൾ സാധാരണ വൈറ്റില് കുറെ കസവ് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് സ്പെഷ്യൽ ആണ് മുണ്ട്, ഹാൻഡ്ലൂം മുണ്ടാണ്. ഇത് ഫുൾ ബ്ലാക്ക് ആണ്, ക്രീം അല്ല. അതാണ് ഇത് മെയിൻ ഹൈലൈറ്റ് ഞാൻ കാണിക്കാൻ കാരണം. ഇതൊരു സ്പെഷ്യൽ ധോത്തിയാണ്. ആണുങ്ങളെ ഞാൻ അതാണ് സ്പിരിറ്റ്. അതാണ്. എന്താ പേര്? എന്റെ പേര് വിഷ്ണു. വിഷ്ണുകുട്ടാ, നല്ല അടിപൊളി കളക്ഷൻസ് എടുക്കണം കേട്ടോ. പിന്നെന്താ, ഇതിപ്പോ നമ്മള് പുതിയതായിട്ട് ചെയ്തേക്കുന്ന ബ്ലാക്കില് ഡൈ ചെയ്ത് എടുത്തേക്കുന്ന ഹാൻഡ്ലൂം സെറ്റ് മുണ്ടാണ്. ഡബിൾ മുണ്ടാണ് ആണുങ്ങളുടെ ഡബിൾ മുണ്ട്. ഇതന്നെ നമുക്ക് പെണ്ണുങ്ങൾക്കും ഉണ്ട് ഇങ്ങനത്തെ സെറ്റ് മുണ്ടില്? ഇല്ല, അതില്ല, ആണുങ്ങൾക്ക് മാത്രം. അത് സ്പെഷ്യലി മെയ്ഡ് ഫോർ ജെന്റ്സ്. അതെന്താ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തത്? അല്ല, വേറെ കുറെ കളക്ഷൻസ് ഉണ്ടല്ലോ. ഞങ്ങൾക്കും വേണം, ഈ പ്രാവശ്യം ഇറക്കിയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഇത് ആന്റിക് ജെറിയിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ കസവും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഇത് പ്രോപ്പർ നമ്മൾ ഗോൾഡൻ ജെറിയിൽ ചെയ്തേക്കാണ് അല്ലേ? ഇതിന്റെ ചെറിയ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആന്റിക് ആണ്. അപ്പോൾ ഇത് പുതിയതായിട്ട് നമ്മൾ ഇറക്കിയേക്കുന്ന ഒരു സെറ്റ് ഡബിൾ മുണ്ടാണ്.
ഈ ഒരു കസവ് നിലയം നമ്മുടെ ഈ ഒരു മുണ്ട് തൂക്കി, സത്യം പറയാലോ ഇത് വേറെ സ്ഥലത്ത് ഈ ഒരു ഡിസൈൻ ബ്ലാക്ക് നമ്മൾ കോട്ടന്റെ ഒരുപാട് മുണ്ടുകൾ കണ്ടിട്ടുണ്ടാവും, പല ഡിസൈനിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് ഇവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറെ കളക്ഷൻസ് ബ്ലാക്കിൽ ഉണ്ടെന്നല്ലേ. പിന്നെ ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ, പ്യൂർ Pure കോട്ടൺ cotton ആണ്, ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇതിപ്പോ നമ്മൾ ടിഷ്യൂല് നമ്മൾ പുതിയതായിട്ട് ചെയ്തേക്കുന്നത്. ടിഷ്യൂല് അല്ലേ? ടിഷ്യൂല് വെഡിങ് പേർപ്പസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന മുണ്ടുകളാണ് ഇത്. 2 ഷെയ്ഡാണ് ഇതിൽ വരുന്നത് അല്ലേ മെയിൻ ആയിട്ട്? ആക്ച്വലി ടിഷ്യൂ ആണ്, അതായത് കസവും നമ്മുടെ നോർമൽ കോട്ടണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഡബിൾ മുണ്ടാണ് ആണുങ്ങൾ. ഓക്കെ. പിന്നെ ഹാഫ് ആൻഡ് ഹാഫിൽ വരുന്നൊരു ഡബിൾ മുണ്ടുണ്ട്. മുണ്ടിന്റെ സെക്ഷനിൽ വന്നപ്പോ വെറൈറ്റികൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോർമലിനെ വിട്ടിട്ട് ഇതിപ്പം പകുതി കോട്ടൺ പകുതി ടിഷ്യൂ. അപ്പൊ ഇത് ഉടുക്കുമ്പോ എങ്ങനെയാ വരിക? നോർമൽ നമ്മളിപ്പം ഉടുത്തേക്ക്, അതായത് നമ്മൾ ഈ ഭാഗം നമ്മുടെ ഇങ്ങനെ ഓക്കെ. കുറച്ച് വീതിയിൽ കിടക്കുന്നുണ്ടല്ലേ. ഇത് പിന്നെ ഈ ഒരു ഡിസൈനും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നല്ലൊരു എന്താ പറയാ ബ്ലാക്ക് കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ജക്കാർഡ് എന്ന് പറയും. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ തന്നെ കുറെ കളേഴ്സ് ഉണ്ട്. ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. ഇതില് നമുക്ക് ബ്ലാക്ക്, മറൂൺ ഉണ്ട്, മറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതെല്ലാം ജക്കാർഡാണ്. നമ്മൾ വീവിംഗിൽ വരുന്ന ഇതൊരു ആനയുടെ ഒരു ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതും ഇതൊക്കെ എന്താ പറയാ ഇങ്ങനെ വീവിംഗിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ത്രെഡ് വർക്ക് ആണ്. ത്രെഡ് വർക്കിലാണ് വരുന്നത്. നിങ്ങളുടെ തന്നെ ഓൺ കവറാണല്ലേ. ഇതാ കസവ് നിലയം, കുത്താമ്പുള്ളി, കൈത്തരി, തൃപ്പൂണിത്തുറ. ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്? അതെ, ഫോൺ നമ്പർ ഉണ്ട്. ആവശ്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിലും ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പർ ഒരു ഷോപ്പിന്റെ ടൈമിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാത്ത നമ്പർ ഞാൻ തരുന്നുണ്ട്. സ്ഥിരമായിട്ട് വിളിച്ച് വൈക്കം ഷോപ്പ് ഉണ്ട് കേട്ടോ. വൈക്കംകാർക്കും നമുക്ക് പർച്ചേസിനായിട്ട് വൈക്കം അമ്പലനടയിൽ അടുത്ത് തന്നെ പടിഞ്ഞാറേ നട. വൈക്കം എന്തിനാണ് ഫേമസ്? അമ്പലം. അപ്പൊ അവിടെ വൈക്കം മഹാദേവ ക്ഷേത്രം അവിടെ ഇവർക്ക് ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഉള്ളവർ അങ്ങോട്ട് പോയാൽ മതി, ബുദ്ധിമുട്ടുണ്ട. ഇവിടെ എറണാകുളംകാര് ഇവിടെ തൃപ്പൂണിത്തുറ വരാം, അല്ലാത്തവര് എറണാകുളം നമ്മുടെ കുത്തമ്പളിക്കാരാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വല്ല മാർഗം. അപ്പൊ അവിടെ നിങ്ങൾക്ക് അങ്ങനെ വ്യൂവിങ് ഡയറക്റ്റ് വ്യൂവേഴ്സിന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. വ്യൂവേഴ്സ് ഉണ്ട് അവിടെ, നമ്മുടെ വ്യൂവേഴ്സ് അവിടെ ഉള്ളതാണ്. സോ കുത്താമ്പളിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ബസ് കാശും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വണ്ടിക്കാശും കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ വന്നാ മതി. ഓക്കെ. അപ്പൊ ഇതും ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ആളുകളുടെ പ്രത്യേക സ്ഥലത്തേക്ക് ഈ പ്രാവശ്യത്തെ ഓണം കുറച്ച് വെറൈറ്റി, കുറച്ച് ഡിഫറെന്റ് ലുക്ക് ആക്കണമെങ്കിൽ തിരിച്ചു പിടിച്ചാൽ അതിന്റെ ഭംഗിയുള്ളൂ അല്ലേ? ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഓക്കെ. ദാദാ ആണുങ്ങളെ ഈ പ്രാവശ്യം നിങ്ങൾ ഓണം തൂക്കോ? ഞങ്ങൾ പെണ്ണുങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നല്ലേ? ഇവിടെ മത്സരം അമ്മയും മോനും തമ്മിൽ ആരാണ് നല്ലത്. പക്ഷെ ഞാൻ സീരിയസ്ലി പറയാ, ഓണത്തിന്റെ സെറ്റ് സാരി ആയാലും ധോത്തീസിനായാലും നല്ല ഒരു ഡിഫറെന്റ് ഫീല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഓൺ ഡിസൈൻസ് എല്ലാം നമ്മുടെ ഓൺ വീവിംഗ്, പിന്നെ ഓൺ സെന്റേഴ്സ്. അതായത് നമ്മൾ എടുത്ത് വിൽപ്പന, അതായത് പുറത്തുനിന്ന് ട്രേഡേഴ്സിന് എടുത്ത് വിൽപ്പന അല്ല, ഡയറക്റ്റ് ഫ്രം വീവേഴ്സ് നമ്മൾ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നു. D2C ബ്രാൻഡാണ് നമ്മുടെ. ഓക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ മീഡിയേറ്റർ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു റേറ്റ് ആണെങ്കിലും നമ്മൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മുടെ കൊടുക്കുന്നത്. പിന്നെ ഇതില് വന്നിരിക്കുന്നത് ഒരു എംബ്രോയിഡറിയുടെ ഡിസൈനും എന്നാൽ കസവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കസവും ഉണ്ട്. എല്ലാം കൂടി ആണ്. മെൻസിന് വേണ്ടിയിട്ട് നമ്മള് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞു. ഇപ്പം നിങ്ങൾ കണ്ട ഡബിൾ മുണ്ട് എല്ലാം ഹാൻഡ്ലൂമിൻ്റെ ആണ്. ഇത് വേറെ എവിടെയും അങ്ങനെ കൂടുതലായിട്ട് കാണില്ല. നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ഡിസൈനിൽ നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് റെഡിയാക്കുന്നതാണ്. ഈ നോർമലി എല്ലാം ഒരു കര അതോടുകൂടി കഴിഞ്ഞു മുണ്ട്, ആണുങ്ങളുടെ മുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ചേക്കണ എല്ലാ മുണ്ടുകളും സ്പെഷ്യലാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫറൻസ് ആണ്. എന്നാൽ ഇതുവരെ കസ്റ്റമൈസ് ആണ്. ഇവിടെ കിട്ടുന്ന കുറച്ച് ഡിസൈൻസ് മാത്രം ഇവിടെ തന്നെ ഉള്ളൂ. അതല്ലാത്തത് കുറെ നിങ്ങൾക്ക് പല ഡിസൈൻസിൽ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഗോൾഡിന്റെ കാണാനെങ്കിൽ ഗോൾഡിന്റെ തന്നെ പല വേരിയേഷൻസിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതില് പല പാറ്റേണിലും എല്ലാം നോർമൽ എന്നാൽ കളറിൽ വേണമെങ്കിൽ കളേഴ്സിൽ അവൈലബിൾ ആണ്. കസവില്ലാണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിസൈൻസ് മാത്രം കളർ മാത്രം വേണമെന്ന് വെച്ചാൽ അതിലുമുണ്ട്. അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ടെന്നല്ലേ? ഇനിയിപ്പോ നോർമൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ സെക്ഷനിൽ വരാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ച് നമുക്ക് എക്കണോമിക് റേഞ്ച് എന്നൊക്കെ പറയില്ലേ, അതെ. അപ്പൊ ധോത്തി എന്ന് പറയുമ്പോൾ വൈറ്റും ഉണ്ട് കസവിലും ഉണ്ട് അല്ലേ? പിന്നെ
ഇതിന് പറ്റിയ ടോപ്പുകൾ വേണ്ടത് നമുക്ക് കുർത്ത മുകളിലേക്കുള്ളത്. കുർത്ത ഉണ്ട്. കുർത്തസിൽ ചിക്കൻ കാരിയാണ് മെയിൻ എന്ന് പറഞ്ഞു. അല്ലാത്തതും കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പക്ഷെ ആണുങ്ങളുടെ കളക്ഷൻ ചിക്കൻ കാരി കുർത്ത എന്ന് പറയുമ്പോൾ ഒരു മെയിൻ തന്നെയാണ് കേട്ടോ. അതിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. എന്നാൽ കസവിലും ഉണ്ടല്ലോ. കസവല്ല മറ്റേ നോർമൽ ഇങ്ങനെ കോട്ടൺസും ബ്ലൂ അല്ലെങ്കിൽ മെറൂൺ ഇത് ഇങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ടൈപ്പും വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും എന്താ ചെയ്യേണ്ടത്, ഇത് മെറ്റീരിയൽ ആയിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. സാരി ഇവിടെ കിട്ടും. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. കോമ്പോസിറ്റ് ഫാമിലി അങ്ങനെ ഇപ്പൊ ഒരു ചോറൂണ് വന്ന് വാവയ്ക്കും മീൻസ് ചോറൂണായാലും പാല് കാച്ചിലായാലും അങ്ങനെ എന്തൊരു ഫംഗ്ഷൻ വീട്ടിൽ നടക്കണവർക്കാണെങ്കിൽ ഒരു കോമ്പോസെറ്റ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് ലോങ് കുർത്ത വേണ്ട. ഷർട്ടിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സൈസ് തൊട്ട് അവൈലബിളാ? നമുക്ക് നോർമലി 38 മുതൽ മീഡിയം തൊട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ പറയാൻ പറ്റുമോ? ഒരു 550 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇവിടുത്തെ സെക്ഷന്റെ ചെക്കന്മാരൊക്കെ ഇങ്ങോട്ട് പോയി, എല്ലാവരും ബിസി അവിടേക്ക്. ഈ സെക്ഷനിലുള്ള ആൾക്കാരാരാ? ചേട്ടന്റെ സെക്ഷനിൽ ചേട്ടൻ വരുന്നില്ല. ചേട്ടാ കസ്റ്റമർ അവിടെ ഉണ്ട്. ചേട്ടാ 2 അടിപൊളി ഷർട്ട് ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ? ഷർട്ട് ചേട്ടന്മാർക്കല്ല അറിയുള്ളൂ. നമ്മൾക്ക് ഇങ്ങനെ വന്നു പോകുമ്പോൾ ഏതായിട്ടാലും കുഴപ്പമില്ല, ഒക്കെ അടിപൊളിയാണ്. എല്ലാം പ്രിന്റഡും ഉണ്ട്, പ്രിന്റ് അല്ലാത്തതും. തുറന്ന് കാണിച്ചു കൊടുത്തോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. ജസ്റ്റ് ഒരു ഷർട്ടിന്റെ 2-3 കളക്ഷൻസ്. അതിപ്പോ ഡാർക്കിൽ വേണമെങ്കിൽ ഡാർക്കിലുണ്ട്, പേസ്റ്റലിന് വേണമെങ്കിൽ പേസ്റ്റലിലുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഊരുന്നത് സിറ്റി ബ്രാൻഡഡും ഉണ്ട്. ഇത് കാണിച്ചു, നല്ല രസമായിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഓണത്തിന് അടിപൊളിയായി. ഇങ്ങനെ നിവർത്തി ഈ ഷർട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊരു പേസ്റ്റലാണ് ഇത് വരുന്നത് കേട്ടോ. എന്നാൽ അതാ ഡാർക്ക് ഷെയ്ഡില് സ്ലീവ്, ഷോർട്ട് സ്ലീവ് ഉണ്ട് അല്ലേ? സ്ലീവും ഓണത്തിന്റെ കറക്റ്റ് സാധനം ഇറക്കണു. പ്രിന്റും ഉണ്ട്, എന്നാൽ ഇക്കത്തിന്റെ പാച്ച് വർക്കും ഉണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ട്. അടുത്തത് അടിയിലാണ് ഇതിന്റെ വർക്ക്. എടുക്കണു. ഇത് കണ്ട ഐറ്റംസ് നമ്മളിങ്ങനെ കാണുമ്പോ അറിയില്ലേ എന്താണ് ഇവിടെ ഇതിന്റെ ഉള്ളിൽ വിളിക്കുന്നത്. ഷർട്ടിനും ഉണ്ട് കുറച്ച് വെറൈറ്റി എംബ്രോയിഡറിയില്. ഇത് ഓക്കെ സാധാരണ നമ്മൾ ഒരുപോലെയല്ല കണ്ടിരിക്കുക. പക്ഷെ ഇത് ആ മുന്നിലത്തെ സാധനം മറ്റേ ഇതാ എന്നാൽ ആ ഡിസൈന് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ. കണ്ട ഹാഫ് ആൻഡ് ഹാഫാണ്, പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. സിൽക്കില് ബ്രാൻഡഡും നോൺ ബ്രാൻഡഡും ഉണ്ട് അല്ലേ? ഇതാ ഞാൻ കാണിച്ചു കൊടുക്കാം ഇനി. ഇതാ ഇത് ഷർട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡമ്മിയിലൊരു ഷർട്ടും കൂടി ഉണ്ട്. ഇതും കൂടി ഒന്ന് നോക്കി വെച്ചോ. ഇതുപോലത്തെ പാറ്റേണും അവൈലബിൾ, മീൻസ് മാച്ചിങ് ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. അപ്പം ഇനി ഈ കാണുന്നത് ഫുൾ നമുക്ക് മെറ്റീരിയൽസ് ആണ്. പിന്നെ ബിറ്റ് ബ്ലൗസുകളും അവൈലബിൾ ആണ്. നേരത്തെ ഇതൊക്കെ നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലും എന്താ വെഡിങ് സെക്ഷൻ പോവാം. കുറച്ച് നേരത്തേക്ക് മാം ഇവിടെ തന്നെ ഒന്ന് നിൽക്ക്, ഞാനൊന്ന് കുറച്ച് നേരത്തേക്ക് മാറാം. പക്ഷെ എന്റെ ശബ്ദം കേൾക്കാം. എന്തിനാ ഞാൻ മാറി നിൽക്കണെന്ന് അറിയോ? ആ മോളിലൊരു തല കണ്ട ശരിക്കും നിൽക്ക്. കറക്റ്റ് ഒരു മാറ്റവും ഇല്ല അല്ലേ? ആള് തന്നെയാണ് ഈ ആള്. മോഡലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്, മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് മെയിനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മാറി നിന്നത്. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പൊ ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ചെറിയ ചെറിയ ഫ്രെയിമൊക്കെ കാണാം നമുക്ക്. ഈവൻ കടയുടെ പുറത്ത് വരെ ഉണ്ട്. ഫുൾ നമ്മൾ തന്നെ മോഡലിംഗുകാർക്ക് ഇനി പൈസ കൊടുക്കണ്ടാന്ന്. ഓക്കെ, ഇനി ഈ സെക്ഷൻ എന്താ? നമുക്ക് ഇവിടെ ഓവറോൾ ഫുൾ ആയിട്ട് വരുന്നത് ചുരിദാർ മെറ്റീരിയലും കുട്ടികൾക്കുള്ളത്. ഇത് ചുരിദാർ മെറ്റീരിയൽ സെക്ഷൻ. ഇത് കുട്ടികൾക്കുള്ള പട്ടുപാവാട അങ്ങനത്തെ സെക്ഷൻ. ദാവണി സെക്ഷൻ. ഓക്കെ, പിന്നെ ഈ സെക്ഷൻ വരുന്നത് നമുക്ക് സാരി സെക്ഷൻസ് ആണ്. സാരി അത് ബ്രൈഡൽ സാരീസിന് വരെ ഉണ്ട്. വെഡിങ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ ബ്രൈഡൽ കളക്ഷൻസ് ആണ്. ഇതിന്റെ ഉള്ളിൽ അല്ലേ ചില്ലിൻകൂട്ടില്? ഓക്കെ, ബ്രൈഡൽ കളക്ഷൻ. കാഞ്ചീപുരം സാരി വരെ ഇവിടെ കിട്ടും എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കളക്ഷൻസ്. അപ്പൊ നമുക്ക് ഇനി ഓരോരോ കളക്ഷൻ എടുത്ത് കാണിക്കാം. നമ്മുടെ ബ്രൈഡലിന്റെ സാരി വെച്ചിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. ബ്രൈഡലിന്റെ സാരി തൊട്ട് ഇവിടെ എല്ലാ ഡെയിലി വെയർ സാരീസ് വരെ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിപ്പോ നമ്മൾ ആ ചില്ല് കൂട്ടിന്ന് നമ്മുടെ അൽമാരിയിൽ നിന്ന് എടുത്തിട്ടുള്ള പ്യുവർ കാഞ്ചീപുരം വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് പ്യുവർ ആണ്. വെഡിങ് കളക്ഷൻസ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാം. അതുപോലെ കാഞ്ചീപുരം ഒക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെ വരും? 5,000, 6,000. പ്യൂർ കാഞ്ചീപുരം പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് 8,000 മുതലാണ് സ്റ്റാർട്ടിങ്. പ്ലെയിനിൽ വരുമ്പോൾ വെഡിങ് കളക്ഷൻസ് ഒക്കെ നമുക്ക് 18,
90, 20, 25 ആ ഒരു രീതിക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അല്ലേ? ഇത് ഇതിന്റെ പല്ലു ബോഡിയിൽ ഈ റെഡ് ആൻഡ് ഗോൾഡൻ ആ ഒരു കോമ്പിനേഷൻ ആണ് ചെയ്തേക്കുന്നത്. ഫീറ്റ് കൊടുത്ത് നല്ല ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ്. ആ ഡിസൈൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ബോക്സ് ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി ഇത് മടക്കാൻ ചേച്ചിമാര് വരേണ്ടി വരും അല്ലേ? അത് അവര് വരണം. അത് അവര് വരണം. അത് അങ്ങനെ തന്നെ വെക്കുക. അടുത്തൊരു ഡിസൈൻ അത് സെയിം ഇതാണ്, പക്ഷെ ഇതില് ഫ്ലവർ ആണ് വന്നേക്കുന്നത്. സെയിം കളർ സെയിം ആണ്. അതിൽ ഡിസൈൻസ് ഫ്ലവറിയാന്ന് മാത്രം. ഇതിന്റെ ഡിസൈൻ വരുമ്പോൾ ബോക്സിന്റെ ഡിസൈൻ ആണ് വരുന്നത്. കാഞ്ചീപുരം തന്നെ ബോഡി ഫുൾ ജെറി വർക്ക് വരണം. വേറെ ബോർഡർ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യാത്ത ഒരു പാറ്റേൺ ആണ് അത്. ഇത് ഡാർക്ക് ഷെയ്ഡ് ആണ് അല്ലേ? ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ ഒരുപാട് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ കളറും നന്നായിട്ടുണ്ട്. മുന്തിരി ഷെയ്ഡ് ആണ് ഇത് വരുന്നത്. അതുപോലെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ ജെറി വർക്ക്, നല്ലൊരു ഹെവി പീസ് ആണ് ഇത് വരുന്നത് അല്ലേ? അപ്പൊ കാഞ്ചീപുരത്തിന്റെ ഡിസൈൻസ് ഒരുപാടുണ്ട്. ഇത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെഡിങ്ങിന് എടുക്കാൻ പറ്റുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു 6-7 ആ റേഞ്ചിൽ വരുന്ന സാരീസ്. ഇത് കോൺട്രാസ്റ്റിൽ വരുന്നതാ അല്ലേ? ഇതിന്റെ ഇപ്പൊ പല്ലു പോർഷൻ വരുമ്പോ നമുക്ക് ഇതാണ് വരുന്നത്. അതിന്റെ ഇത് ബോഡി വരുമ്പോ ഇങ്ങനെ ഇതുപോലെയുള്ള വർക്ക് വരും. ഒരു കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഇതിന് ഒരുപാട് കളേഴ്സും ഇതിൽ തന്നെ ഒരു 10,000 വരെയുള്ള റേഞ്ചിലുള്ള ഡിസൈൻസ് അനുസരിച്ചിട്ട് മാറി നിൽക്കും അല്ലേ? ഓക്കെ. ഇതൊക്കെ ഒരു 5,000 ആ റേഞ്ചിൽ വരണത്. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ബ്ലാക്ക് ആണല്ലോ പ്രത്യേകിച്ച് നമ്മള് ലേഡീസിന് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഹരമാണ്. പിന്നെ ഇതിന്റെ മുന്താണി ഇതിങ്ങനെ ഓപ്പൺ ചെയ്യും. ബ്ലാക്ക് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ടൊന്ന് കാണിക്കാനാ. ഇതിന്റെ മുന്താണിയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ അന്ന് ബോഡിയിൽ ഹൈലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലുണ്ട് ഹൈലൈറ്റ്. അതിന്റെ ബോർഡർ ആണ് ഇതിന്റെ ഭംഗി വരുന്നത്. പിന്നെ ചെറിയ ചെറിയ വർക്ക്സ് വരുന്നുണ്ട്. ഇത് സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ്. ഓക്കെ. സോഫ്റ്റ് സിൽക്കിൽ എന്നാൽ 2 റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് 2,000 മുതൽ സോഫ്റ്റ് സിൽക്കിൽ അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ. നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ അതിലും ഉണ്ട് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത്. ഇതിന് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഈ ബ്ലാക്ക് ഒരു പ്രത്യേകത ഭംഗിയാണല്ലോ. ഇടുമ്പോ തന്നെ ഓക്കെ എന്ന് പറയും. അതെ, അത്രയും ഒരു ഡിഫറെന്റ് കളറാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. ഇത് കിട്ടിയാലേ എനിക്കിങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് കാണിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് അല്ലേ? എല്ലാം ഇങ്ങനെ ഇട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു കളക്ഷൻ. പിന്നെ വരുന്ന ഇത് വെഡിങ്ങിൽ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ അത് ഫുൾ ജക്കാർഡ് വർക്ക് ആയിരുന്നില്ലേ? ഇതിപ്പോ ട്രെൻഡ് ആയിട്ട് പോകുന്ന ചെക്കിന്റെ ചെക്ക് എന്തല്ലേ? എല്ലാവർക്കും ചെക്ക് വേണം. ഇപ്പൊ ചെക്ക് മതി. ഒരു പഴയ പാറ്റേണിലേക്ക് തന്നെ പണ്ട് സുബലക്ഷ്മി മാം ഇല്ലേ കൊടുത്തോണ്ടിരുന്ന പാറ്റേൺ ഒക്കെ ഇപ്പൊ വീണ്ടും അത് ഇങ്ങനെ വീണ്ടും ഇതൊക്കെ ആ ഒരു പാറ്റേണില് പണ്ടത്തെ ഒരു സ്റ്റൈലാണ്. അതുപോലെ ആ മദ്രാസി ചക്കൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തെ ഉള്ള സാധനമായിരുന്നു. അതൊക്കെ ഇപ്പൊ വീണ്ടും ട്രെൻഡ് വന്നിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് സാരീസിന്റെ ഒരു കളക്ഷൻസ് ആണ് ഇത് വരുന്നത്. ഇനി ഈ സാരിയുടെ നമുക്ക് നോർമൽ ആയിട്ടുള്ള കളക്ഷൻസ് ഇപ്പുറത്തെ സൈഡ് അല്ലേ? അപ്പൊ ഇതൊരു ഹെവി ബ്രൈഡൽ ആ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. അന്ന് സാരി ഡെയിലി വെയർ തൊട്ട് ഇവിടെ സാരീസ് ഉണ്ട്. ഇവിടെയും സാരീസ് അവൈലബിൾ ആണ്. ഇനി ഇവിടുത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാം മൽമൽ കോട്ടൺ എന്ന് പറയുമ്പോൾ വേണം. ഓണം വരുമ്പോൾ മൽമൽ വേണം എന്നുള്ള ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ക്രീമിൽ അവൈലബിൾ ആണ്, കളേഴ്സിലും അവൈലബിൾ ആണ്. ക്രീം ഉണ്ട്. അതുപോലെ ഈ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിൽ മൽക്കോട്ടനിൽ വരുന്നതാണ്. ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന്. അതുപോലെ ഇത് ഒരു നാരായണപ്പേട്ട് എന്ന് പറയും ഒരു മെറ്റീരിയൽ ആണ്. ഇതും ട്രെൻഡാണ്. സോഫ്റ്റ് ആണ്, ബോഡി ഹഗ്ഗിങ് ആണ്. അതാണ് എല്ലാവർക്കും ഇഷ്ടം. പണ്ട് ഈ ടീച്ചർമാരാണ് കൂടുതൽ യൂസ് ചെയ്തത്. പിന്നെ അവരുടെ സുഖം മനസ്സിലാക്കിയപ്പോഴേ ഇപ്പൊ എല്ലാവർക്കും ഇതന്നെ വേണം. ഇതാണ് ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ഇരിക്കുന്നത് ഇത് മൽക്കോട്ടൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നാരായണി കോട്ടനാ, നാരായണിപ്പേട്ട് അല്ലേ? ഇത് മദ്രാസ് ചെക്കിന്റെ കോട്ടൺ, ചെട്ടിനാട് കോട്ടണിലും മദ്രാസ് ചെക്ക്. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പെണ്ണുങ്ങൾക്ക് ബുദ്ധി ഉദിച്ചത്. അയ്യോ ഇതാണ് വേണ്ടതെന്നുള്ളതല്ലേ? ഇതിന്റെ കളേഴ്സ് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഇട്ട് കാണിച്ചു തരാം. അതുപോലെ വർക്ക്, ബോർഡറിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ പല വർക്ക് വരുന്നുണ്ട്. വീതി കൂടിയതും കുറവായിട്ടുള്ളതും. ഇതാണ് ഇപ്പൊ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കളേഴ്സ് കളക്ഷൻസ് കേട്ടോ. മദ്രാസി കാഞ്ചി കോട്ടൺ എന്ന് പറയും. കാഞ്ചി പട്ടിനെ പോലെ തന്നെ കാഞ്ചി കോട്ടൺ. കാഞ്ചി സിൽക്കും നല്ല മൂവിങ് അല്ലേ? കാഞ്ചി സിൽക്കും കാഞ്ചി കോട്ടനും ഒരേപോലെ ട്രെൻഡിൽ നിൽക്കുന്നതാണ്. ഇപ്പൊ ഒരു പണ്ടത്തെ പാറ്റേണിലേക്ക് കൂടുതൽ നന്നായിട്ട് മൂവിങ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ നോർമൽ വേണ്ട, സിമ്പിൾ ആയിട്ട് ഇതൊക്കെ അതിൽ കാഞ്ചി കോട്ടണിൽ വരുന്നതാണ്. അതിൽ വൺ സൈഡിന്റെ ബോർഡർ നോക്കിയേ. പിന്നെ വൺ സൈഡ് ബോർഡർ ഇങ്ങനെയാണ് വരുന്നത്. ഒരു സൈഡ് ചെറുതായിട്ടും പിന്നെ
വലിയ വീതിയുള്ള ബോർഡർ. ഈ വീതിയുള്ളതും നോക്കണ്ട, ഇതിലത്തെ ഡിസൈൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് നോക്കണ്ട. ആനയൊക്കെയാണ് ഡിസൈൻ, മയില് ആനയൊക്കെ. അതെ, അല്ല കാണുമ്പോ ഇങ്ങനെ ഡിസൈൻസ് ആണ് ഇതിലെല്ലാം വരിക. ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് മോസ്റ്റ്ലി വരുന്നത്. ഇത് അതിൽ തന്നെ ചെക്ക് ഇതാണ്. ഇതൊക്കെ കറക്റ്റ് ആ ഒരു കോട്ടൺ വരുമ്പോഴേ ഉടുത്ത് വരുമ്പോ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളക്ഷൻ. ഇപ്പൊ ട്രെൻഡ് ആയിട്ട് ചുങ്കുടി കോട്ടൺ എന്ന് പറയും, മധുരൈ കോട്ടൺ. അതെ, കോട്ടന്റെ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ അല്ലെ. ഇതെല്ലാം ട്രെൻഡി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരീസ്. നേരത്തെ നമ്മൾ കണ്ടത് കുറച്ച് ഹെവി ആയിരുന്നു. ഇത് ആകുമ്പോൾ നമുക്ക് സോഫ്റ്റ് സിൽക്ക് കോൺട്രാസ്റ്റിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ബോഡി വരുമ്പോൾ ഈ ഷെയ്ഡാണ്. പക്ഷെ ഇതിന്റെ എന്താ പറയാ, മുന്താണിയാണ് അടിപൊളി. ഇതിങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത് കേട്ടോ. മുന്താണി സൂപ്പറാണ് കേട്ടോ, ഒരു ഡിഫറെന്റ് ആണ് അല്ലേ. ഇതൊരു 3000 റേഞ്ചിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് തന്നെയാണ്. നമ്മൾ കാഞ്ചി പ്യൂർ കാഞ്ചിനെ ഇതുപോലെ നിൽക്കും, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും സാരി. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഉടുക്കണവർക്ക് അറിയാതെ കണ്ടാ. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഫീലിംഗിൽ ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാരി ലവറൊക്കെ ആണെങ്കിൽ കാണുമ്പോഴേക്ക് തന്നെ ഒരു അട്രാക്ഷൻ വരും കേട്ടോ. ഇതും ആ ഒരു കോട്ടണില് തന്നെ. കോട്ടൺ ലവേഴ്സിന് വേണ്ടിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഡിസൈൻസും വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോ. കാരണം എന്താ വെച്ചാൽ ഇത് എന്താ ഇക്കത്തിന്റെ പോച്ചമ്പള്ളി ഡിസൈൻസ് ഇതൊക്കെ ഇപ്പൊ കൂടുതൽ എടുക്കുന്നുണ്ട് ആൾക്കാർ, അല്ലെങ്കിൽ കൂടുതൽ ഇപ്പൊ കോട്ടണിലേക്കാ പോണേ. ഇത് സാരിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇൻസ്റ്റയിലെ ഇൻഫ്ലുവൻസർ ആണ് എല്ലാം. മീൻസ് ഓൺലൈനിൽ ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അത് തന്നെ അങ്ങ് ഓടും. ആ ഒരു രീതിക്കാണ് അപ്പൊ അങ്ങനെ സാരീസിന്റെ ഒരുപാട് കളക്ഷൻ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോ, കാരണം ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ സിൽക്ക് സാരീസിലും വരുന്നുണ്ട്, സിൽക്ക് സാരി അല്ലാത്ത നോർമലിലും വരുന്നുണ്ട്, ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഇതെന്ത് സാരി വരുന്നേ ചേച്ചി പറയും? മിനി സിൽക്ക് സാരി, ചെറിയൊരു ബോർഡറിൽ വരുന്നത്. അതിന്റെ കളേഴ്സ്, ഈ കളറും കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊക്കെ നോർമൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് വരുന്നത്. ഇനി നമുക്കൊരു കുട്ടികളുടെ സെക്ഷനും കൂടി ഉണ്ട്, അതൊന്ന് കാണിക്കാം. പിന്നെ ഇത് ചുരിദാർ സെക്ഷനാണ് വരുന്നത്. ചുരിദാർ ധാവണി. നമ്മുടെ ഷോപ്പ് മെയിൻലി ട്രഡീഷണൽ വെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ. എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഇല്ലാന്നില്ല. ഇത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പറയാം, നമ്മൾ മാനുഫാക്ചേഴ്സ് ആണ്, നമ്മൾ വീവേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യിക്കുന്നതാണ്. പക്ഷെ മറ്റത് ട്രേഡേഴ്സ് ആണ്. ഇപ്പൊ ഷർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം എല്ലാം നമ്മൾ അത് ട്രേഡിംഗ് ആണ്. അത് കറക്റ്റ് നമ്മൾ ഉള്ളത് പോലെ തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു കസ്റ്റമർ നിൽക്കണേ, റിവ്യൂ കിട്ടുമോന്നൊന്നും ചോദിച്ചു നോക്കട്ടെ. ഹായ്, ഹലോ, ഞാനൊരു റിവ്യൂ ചോദിക്കട്ടെ, തരുമോ? ഒന്നുമില്ല, ഈ കടനെ കുറിച്ചിട്ട് അഭിപ്രായം അറിയാനാ. ജസ്റ്റ് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഹലോ, എങ്ങനെയുണ്ട് ഇപ്പൊ ഈ കടനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം ചോദിക്കാൻ വന്നതാ? ഞാനൊരു ടിപ്പിക്കൽ ഓണം വൈബ് സാരി എടുക്കാനല്ല വന്നത്, കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ള ടൈപ്പാണ് നോക്കിയത്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, അതിൽ ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്തു. എൻ്റെ സിസ്റ്ററിന് ഓസ്ട്രേലിയയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. പ്രത്യേകിച്ച് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ സമയം തീരെ ഇല്ല ഞങ്ങൾക്ക്, വളരെ ഷോർട്ട് പീരീഡാണുള്ളത്. അപ്പോൾ നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ട്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റെഡിമെയ്ഡ് ബ്ലൗസ്, അപ്പൊ നോട്ട് പോയിന്റ്, അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ സമയം ഇല്ലാത്തവർക്ക് വേണ്ടി, പിന്നെ കാശ് ലാഭം ഇതും കൂടി ഇത് റേറ്റും വളരെ കുറവാണ്. ഇപ്പൊ ഈ കാശ് കൊണ്ട് നമുക്ക് എന്താ മെറ്റീരിയൽ എടുക്കണം, സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, സമയം വേസ്റ്റ്, ഇതെല്ലാം കൂടി നോക്കുമ്പോ ഇത് എഫോർട്ട് ചെയ്യാൻ പറ്റും. എന്താ പേര്, എവിടെന്നാ വരുന്നത്? ഞങ്ങള് മരട് നിയർ ബൈ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, ഞാൻ കറന്റ്ലി ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്തിനു പഠിക്കണേ? IELTS. വെറുതെ നമ്മൾ വന്നതല്ലേ. എന്താ വർക്ക് ചെയ്യണേ? I am the sales manager at Prime Meridian Builders. മലയാളം മതി. Prime Meridian Builders സെയിൽസ് മാനേജർ ആണ്. ഇത്ര അടിപൊളി മലയാളം അറിഞ്ഞിട്ടാണ് കുറച്ച് ജാട കാണിച്ചതല്ലേ. കിടക്കട്ടെ എന്ന് വിചാരിച്ച. എങ്ങനെയുണ്ട് ആളുടെ കൂടെ വന്നിട്ട് നമ്മുടെ ഇപ്പൊ കളക്ഷൻ? സാധാരണ പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ആളുകളോട് ചോദിച്ചാൽ അറിയാം. നോട്ട് ചെയ്യാറുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ കുറച്ചും കൂടെ കളക്ഷനും ഇതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ വന്നത്. കുഴപ്പമില്ല, 1-2 സാരീസ് ഒക്കെ കിട്ടി. ഹാപ്പിയാണ്? ഹാപ്പിയാണ്. മതി, അത് കേട്ടാ മതി. പേരെന്താണ്? എബി ജോർജ്. താങ്ക് യു രണ്ടാൾക്കും. എന്തായാലും കണ്ടിന്യൂ. നമുക്ക് ഇനി കുട്ടികളുടെ കളക്ഷൻസിലേക്ക് കിടക്കാം അല്ലേ. കുട്ടികളുടെ ആര് കാണിച്ചു? ഇവര് ചറപറാന്ന് പറഞ്ഞു തരൂ അല്ലേ നമുക്ക്.
ആരാ നന്നായി പറയണ ആള്? ഈ കുട്ടി പറയുന്നത് കുട്ടിയാ കുട്ടിയാ നന്നായിട്ട് കുട്ടീനെ ഞാൻ തന്നെ പറയണം. ഞാൻ തന്നെ പറയണം, ഇവിടെ നിക്കുന്ന ആളല്ലേ. അപ്പൊ അന്ന് അടിപൊളിയായിട്ട് പറ. എനിക്ക് ഈ വർഷം ഏറ്റവും ഇഷ്ടമായ കുട്ടികളുടെ ഒരു കളക്ഷനിൽ ഒന്നാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടെ. ആ ഒരു വർക്ക് കണ്ട, ത്രെഡ് വർക്ക്. അതെ, അതേ വർക്ക് സാധാരണ നമുക്കൊരു പെയിന്റിങ്സിലാണ് വരാറുള്ളത്. ഈ വർഷം വന്നേക്കുന്ന ഒരു പ്രത്യേകത ഒരു എംബ്രോയിഡറിയിൽ വന്നേക്കണം. നല്ലൊരു പിള്ളേരുടെ അപ്പൊ ഈ ഒരു ഡ്രസ് തൂക്കി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ ഫേവറേറ്റ്, എന്റെ ഫേവറേറ്റ്, ഞങ്ങളെല്ലാരും ഫേവറേറ്റ്. ഇതിൽ സൈസസ് അവൈലബിൾ ആണ്, എല്ലാ സൈസ്. അത് 0 to 10 വരെ നമുക്ക് കുട്ടികൾക്ക് അവൈലബിൾ. അതിന് വലുതില്ല, എന്തിനും വലുതില്ല. ഇല്ല, എന്റെ പിള്ളേര് വലുതായി. അടുത്ത വർഷം കസ്റ്റമൈസ് ചെയ്ത് ഓക്കെ, മതി, അത് മതി, കേട്ടാ മതി. അത് എന്തായാലും ഇപ്പൊ ഓണത്തിന്റെ സമയം ആയി തുടങ്ങി. നമുക്ക് എന്തായാലും അടുത്ത വർഷത്തേക്ക് നോക്കാന്ന് പറയണം. അടുത്ത വർഷം ആകുമ്പോ പുതിയ ട്രെൻഡ് കൊണ്ടുവരും. പിന്നെ ഈ ഒരു സാധനം കുറച്ച് വലിയതാണല്ലോ. അപ്പൊ എത്ര സൈസ്? അതായത് ഒരു 10-11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാം. ആ കുട്ടിയെ നമുക്ക് കണ്ടിട്ട് പിന്നെ കുട്ടികളുടെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് പറയണത് കറക്റ്റ് ആണ്. ഇവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ ഇത് ആസ് യൂഷ്വലി നമുക്ക് എല്ലായിടത്തും കാണുന്ന ഒരു മോഡലാണ്, അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ വർഷം ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ മുണ്ട്, ഇതാണ് ഈ വർഷം കുട്ടികളുടെ ഞങ്ങളുടെ ട്രെൻഡ്. ടിഷ്യൂലി എല്ലാ വർഷവും കോട്ടണിൽ മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതെ അതെ, അതും തന്നെയല്ല, അതിൽ സെൽഫും കൂടി കൊടുത്തിട്ടുണ്ട്. വരുന്നുണ്ട്, കസവ് വീതി ബോർഡർ വരുന്നുണ്ട്, താഴത്തും ഇത് വരുന്നുണ്ട്, ഡിസൈൻസ് ഉണ്ട്. അപ്പൊ മൊത്തത്തിലൊരു ടിഷ്യൂല് നമുക്ക് അജ്രക്കിന്റെ ഒരു ഷോർട്ട് കുർത്തയും കൂടി ആവുമ്പോ കുട്ടിയുടെ വൈബ് വേറെ തന്നെ. ഓണം ലെവല. ഈശ്വര, എന്താ പേരിടാ? സോണിക്കുട്ടി, എനിക്ക് ഇഷ്ടമായി. ഈ വൈബാണ് എനിക്ക് വേണ്ടത്. ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് കൊച്ചു കുട്ടികൾക്ക് നല്ല രസമാണ്. അതും കോട്ടണില് വരുന്നത്. കുഞ്ഞു കുട്ടികൾക്കാണ് പറയണത്, മുന്നിൽ നിന്ന് കാണുന്നതല്ല ഫീലിംഗ്. നമുക്ക് കുട്ടികളുടെ എന്ന് പറയുമ്പോൾ ഉള്ളിലത്തെ പെർഫെക്ഷൻ ആണ് നോക്കേണ്ടത്. കുട്ടികൾക്ക് സാധാരണ ഇച്ചിങ് വരും, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത പ്യുവർ കോട്ടണിൽ ചെയ്തേക്കണതാണ്. നല്ല പെർഫെക്റ്റ് ആണ്, സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കൂടുതൽ കുട്ടികൾക്ക് അതാണ് ചൂസ് ചെയ്യാറ്. മുന്നിലത്തെ ഭംഗി മാത്രമല്ല, ഉള്ളിലത്തെയും കൂടി നോക്കാറുണ്ട്. കുഞ്ഞു ഫ്ലവർ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ ശരിക്കും കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ? ഇപ്പൊ ഞങ്ങൾക്ക് 0 to 16 വയസ്സ് വരെ പെൺകുട്ടികൾക്കുണ്ട്. ബോയ്സിന് ഇപ്പൊ ഞങ്ങളുടെ 0 to 10 വരെ. എനിക്ക് 3 ആൺകുട്ടികളാട്ടാ. ഞങ്ങൾ അലമ്പുണ്ടാക്കും, കളക്ഷൻസ് ഇറക്കിക്കോ. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് പറയണ്ട. പക്ഷെ ആൺകുട്ടികൾക്ക് കളക്ഷൻസ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും. ചെയ്യില്ലേ? ചെയ്യാം. ഓക്കെ, ഇനി ഇത് നോക്കിയേ, നല്ലൊരു കെട്ടുടുപ്പ് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് ഞങ്ങളൊരു ഇതൊക്കെ ചെറിയൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു ലേസ് ടിഷ്യൂലാണ് ഇത് വരുന്നത്. ഇനി കളറിലേക്ക് അത് ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് സാധനം. അതും ഡൈ ചെയ്ത് ഒരു ഷോപ്പിലും കിട്ടില്ല ഇത്. അതെ, ഇതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. അതെങ്ങനെ കിട്ടാ? ഇത് ഇവിടെ അല്ലേ ഇരിക്കണേ? അത് ഞങ്ങളേ ഉള്ളൂ, വേറെ എങ്ങൂല്ല. ഇതാണ് പാവാട. പിന്നെ ഇത് തന്നെ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല കളർ നന്നായിട്ടുണ്ട്. സാധാരണ ഈ പച്ച, ചോപ്പ്, മഞ്ഞ വിട്ടിട്ടുള്ള ഒരു ഡിഫറെന്റ് ഷെയ്ഡാണ് പിടിച്ചിരിക്കുന്നത്. ഇത് എല്ലാരും മൽക്കോട്ടൺ സാരി എന്ന് പറഞ്ഞ് തിരക്കി പോകും. പക്ഷെ ഇന്നേ അവരെ പട്ടോടെ ആരും കണ്ടിട്ടുണ്ടാവും. ഇത് വലുതല്ലേ? വലിയ കുട്ടികൾക്കും വേണ്ടേ? അപ്പൊ എനിക്ക് പറ്റും, തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അരവണ്ണം കുറയ്ക്കണം മാത്രമല്ല, അരവണ്ണം പാകാവൂല. അതേ അത്യാവശ്യത്തിനുണ്ട്, അത്യാവശ്യമുണ്ട്. അപ്പൊ ഇതില് വരുന്നത് വലിയ പിള്ളേർക്ക് പറ്റിയത് ഫ്ലോറലാണ്. 18-20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ മൽക്കോട്ടൺ സാരിയും തിരക്കി വന്ന പിള്ളേർക്ക് ഉടുക്കാൻ പാടാണെങ്കിൽ ഉടനെ പാവാടയും ബ്ലൗസ് ഒക്കെ സെറ്റാണ്. ഒന്നിനും ബുദ്ധിമുട്ടില്ല. ഇത് ഒരു ഫ്ലവർ പ്രിന്റ്, ഇതും ഞങ്ങളുടെ ഇത് തന്നെ. ഇതിന്റെ ഫുൾ പൂക്കള്, അതായത് പണ്ട് മുതലുള്ള ഒരു പൂക്കൾ പ്രിന്റ് ഇല്ലേ? അതെ, നമ്മള് ട്രഡീഷണൽ, അതും ടിഷ്യൂലാണ്. അപ്പൊ ഏത് തരത്തിലുള്ളതും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ലോട്ടസ് വേണോ? പ്രിന്റ് വേണോ? അതെ, ചെക്ക്. ഇത് ചെക്ക് ഇത്തിരി ട്രെൻഡിൽ നിക്കണതാട്ടോ. ഇതൊന്ന് വിരിച്ചേ. ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതായി. ഇതിലിപ്പോ കളേഴ്സ് ഒക്കെ കിട്ടും? കളേഴ്സ് ഒക്കെ ഉണ്ട്, കിട്ടും. അപ്പൊ അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടമായി. ഇതൊക്കെ സംഭവം നമുക്ക് നോർമൽ കാണണമെങ്കിലും കൂടി ഫസ്റ്റത്തൊക്കെ കാണിച്ചില്ലേ? അത് രസമായിട്ടുണ്ട്. പറ, ഇതെന്നത് മോഡേൺ ട്രഡീഷണൽ ചെക്കില് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇത് കുഞ്ഞു ബുട്ടാവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഓൺ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിച്ചത്. ലോട്ടസ് പെയിന്റിങ് ചെയ്തേക്കണത്, ഹാൻഡ് ബ്രഷ് ആണ് ചെയ്തിരിക്കുന്നത്. കളറും നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോ
ഇങ്ങനെയാണ് കോമ്പിനേഷൻ ഇത് വരുന്നത്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോ കൂടുതൽ ഏതാ അമ്മ വേണ്ടേന്ന് അങ്ങനെ ചോദിക്കുക, അങ്ങനെ ചോദിക്കുന്ന ഒരു ഐറ്റം ഒന്നാണ് നമ്പർ 1 ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. ഒയ്യോടാ ഇതെന്ത്, അതാണ് ഞങ്ങൾ കുഞ്ഞു അവർക്ക് കൊടുക്കണ്ടേ, അവർക്ക് ഉടുപ്പ് മാത്രം പോലെ അവർക്ക് ഓണം ആഘോഷിക്കണ്ടേ. അവര് നല്ല പാവടയും ബ്ലൗസ് ഒക്കെ ഇട്ട് അതും ക്രോപ്പ് ടോപ്പില്. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ഫീലിംഗ്. ഇത് എത്ര 6 മാസാ? ഇത് നമുക്കൊരു 1 to 2 yearsന് പറ്റും. ബാക്കൊക്കെ ഉണ്ട്, ബാക്ക്ലെസ് ആണ്. ബാക്ക്ലെസ് ആണത്. മോഡേൺ ആണ് ഞങ്ങളുടെ കുട്ടികൾ. അതെ അതെ. ഇത് നമ്മുടെ നോർമലായിട്ട് സാധാരണ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഇപ്പൊ സ്ലീവ്ലെസ് പറ്റില്ല എന്ന് പറയുന്ന കാരണം നമ്മൾ സ്ലീവ് ഉള്ളൊരു ഐറ്റം കൂടി കൊണ്ടുപോകുന്നു. ഓ അങ്ങനെ സ്കൂളിന്റെയും കൂടി അതും കൂടി നോക്കുന്നുണ്ട് നമ്മൾ. സ്കൂളിൽ സ്ലീവ്ലെസ് പറ്റില്ല, മിക്ക സ്കൂളുകാരും ഇപ്പൊ അലോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് ഉടനെ സ്ലീവിലും വേണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു വർക്കാണ് അല്ലേ. പിന്നെ ഇതെവിടെ ഉണ്ട് ചെറിയൊരു ഞങ്ങളുടെ കുഞ്ഞു മാവക്ക് കേരള സ്റ്റൈല് വേണ്ടേ, രസായിട്ടോ. അതൊന്ന് പിടിച്ച ഒരു ഇത് നോക്കി, കുഞ്ഞു കുട്ടികളുടെ കേട്ടോ, എന്ത് ക്യൂട്ടാ നോക്ക്. അല്ല ഇട്ട് വരുമ്പോ ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും. അവര് നല്ല ഇച്ചിരി ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ച് അങ്ങനെ ഒന്നിങ്ങനെ കുലുക്കി നടന്ന് ഒരു പ്രത്യേകത, ഒരു ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ ഇന്നലെ വന്നത് കാണാൻ കുഞ്ഞു കുഞ്ഞു പാവമാരായിരുന്നല്ലോ ഒക്കെ ഇടിച്ചിട്ട് എന്ത് രസമായിരുന്നു കാണാനായിട്ട്. അതെ, ഇവര് നേരത്തെ സെറ്റ് മുണ്ട് വരെ ഇടിച്ച് കാണിക്കാം. പിന്നെ ഇതാണ് ഇടിക്കാൻ ഇത്ര പാട്. ഇതൊക്കെ നോർമൽ നമ്മൾ കാണുന്ന ഒരു മോഡൽ. ഇതിലും വെറൈറ്റി ആയിട്ട് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കുമ്പോഴാണ് ഇങ്ങനെ പാറ്റേൺ കൊടുക്കണത്. ഇങ്ങനെ പിടിച്ചോ, ബാക്കാണ് കാണാനായിട്ട് ഭംഗി. ഇതൊരു മോഡേൺ ആണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിനൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആ ഒരു കുത്തല് ആ പരിപാടി ഒന്നും ഇതിൽ ഉണ്ടാവില്ല. അത്രയും ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുന്നത് അല്ലേ. പിന്നെ ഇത് നമ്മുടെ നോർമൽ പട്ടുപാവാട ട്രഡീഷണൽ. അതെ, ഇതിപ്പോ ഓണായതുകൊണ്ട് മാത്രമാണെങ്കിൽ എപ്പോഴും ഈ ഒരു സംഭവം നമ്മളെപ്പോഴും ഓരോ വെറൈറ്റി ഞങ്ങൾക്ക് ഓണവും വിഷുവിനും ഒക്കെ നമ്മൾ ഇവിടെ ഞങ്ങൾക്കതായ ഒരു വെറൈറ്റി എപ്പോഴും ഉണ്ടാവും. ഷോപ്പിലും കിട്ടരുത് ഞങ്ങൾക്ക് നിർബന്ധം. ഞാൻ കുട്ടികളുടെ നോർമൽ ആവുന്ന വിചാരിച്ച നമ്മൾ സെറ്റ് സാരിയിൽ പോയപ്പോ അവിടെ വെറൈറ്റി കണ്ടു, സെറ്റ് മുണ്ടിൽ പോയപ്പോ അവിടെ വെറൈറ്റി കണ്ടു, ധോത്തിയിൽ പോയപ്പോ അവിടെയും വെറൈറ്റി കണ്ടു, കുട്ടികളുടെ വന്നപ്പോ അവിടെയും വെറൈറ്റി ഉണ്ട്. അപ്പൊ എന്തോ ഒരു വെറൈറ്റി ഉണ്ട്. കസവ് നിലയം അല്ലേ, ഇങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് കാഞ്ചിക്കോട്ടൺ സാരി മാത്രമല്ല, കാഞ്ചിക്കോട്ടൺ പട്ടുപാവാടയും ബ്ലൗസും. പട്ടുപാവാടി കാഞ്ചിക്കോട്ടനിൽ ഒരു കളർ മാത്രമേ ഉള്ളൂ വരുന്നത്, വേറെ കളേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിപ്പോ ഓണായതുകൊണ്ടാണ് ഈ കളറ് ഓണം വൈബായിട്ട് കാണിച്ച ഒരു കളർ. അതെ. പിന്നെ ഈ സെക്ഷനിൽ ആരാ നിക്കണേ? അത് അവിടെ നമ്മള് വരില്ലേ? വരാലോ, അല്ല ആളെ കൊണ്ടുപോവാം. ഞാൻ ആളെ തൂക്കിന്ന് കേറിക്കോ. ഇനി ഈ ഒരു സെക്ഷൻ ധാവണിയുടെ സെക്ഷനാണ്. ഇത് ഇതുപോലെ തന്നെ കാഞ്ചിക്കോട്ടെ. ഇപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മോം ഡോട്ടർ അല്ലെങ്കിൽ ചേച്ചി അനിയത്തി എല്ലാവർക്കും ഒരേപോലെയൊക്കെ വേറെ ചെയ്യാം. ഇതില് ഇത് പിടിച്ചോ, ഞാനപ്പോ പാവാട പിടിച്ച് വിരിച്ച് കാണിച്ചു കൊടുക്കാം. ഇത് സെമി സ്റ്റിച്ച് ആണ് കേട്ടോ വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡ് വെറുതെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി, ബാക്കിയൊക്കെ സെറ്റ് ആണ്. അതിലേക്ക് നമുക്ക് അൺസ്റ്റിച്ചഡ് ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ. അത് എന്തെങ്കിലും പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതൊരു വലിയ ആൾക്കാർക്കുള്ളതാണ് കേട്ടോ. ഇതൊക്കെ അതിനേക്കാളും വലിയ പിള്ളേർക്ക് അത് എന്താ വെച്ചാൽ നമുക്ക് ഒന്ന് ഓൾട്ടർ ചെയ്യണം. കാരണം ഫ്രീ സൈസ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾ പല ഹൈറ്റ് ഉള്ള കുട്ടിയുണ്ട്, ഹൈറ്റ് കുറഞ്ഞവരുണ്ട്. അതെ, നമുക്ക് ഒരു ഇതിലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോ ഈ ഒരു ബ്ലൂ ആണെങ്കിൽ, ഇതാണെങ്കിൽ റെഡ് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. അന്ന കളറിൽ വേണമെങ്കിൽ കളറിലും അവൈലബിൾ ആണ്. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇത് കളേഴ്സ് ഞാനേ പാവാട മാത്രം കാണിക്കുന്നുള്ളൂ, കാരണം പാവാടയുടെ ഒരു ഭംഗി വേറൊരു ഫീലിംഗ് തന്നെയാണ്. കണ്ട കളേഴ്സില് അതൊക്കെ കോമ്പിനേഷൻ കണ്ടോ? ഇതൊക്കെ നമ്മളെപ്പോഴും കാണുന്ന കോമ്പിനേഷൻ അല്ല ഇത്. അതെ, ഞാൻ ലെവൻഡർ കാണിച്ചപ്പോ ഞാൻ അതന്നെയല്ലേ പറഞ്ഞു, നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി. പിന്നെ ബ്ലാക്ക് നമ്മുടെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ്. അതിലും വേണ്ട. ഇത് കോട്ടൺ അല്ലേ? ഇതും കാഞ്ചിക്കോട്ടന്റെ കോട്ടണിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതാ അതില് ആനയുടെ ഡിസൈൻ ആണ് ഈ അടിയിലത്തെ പോർഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതില്, ഈ കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആക്ച്വൽ നമ്മുടെ കസവ് അതാണ് വേണ്ടത്. അത് ഇത് ഇപ്പൊ ഈ പ്രാവശ്യം വന്നതാട്ടോ ഇങ്ങനെ കസവ് കളർ
ഇത് അടിയിലത്തെ കസവ് ടിഷ്യൂ ആണ് കേട്ടോ. Tissue ആണ് പിന്നെ അത് material. മുകളിലത്തെ വരുന്നത് നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ്സ് അത് ഒരു ഡിഫറെന്റ് ആയിട്ട് ഇപ്രാവശ്യം കൊണ്ടുവന്ന ഇതാണ്. ഇതില് അന്ന് ഇതിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ ഈ Collections ആണ് സൈഡ് ഇരിക്കുന്നത് മുഴുവനും. മൊത്തം ഇരിക്കുന്നത്. അപ്പൊ ഇതില് ഫുൾ നമുക്ക് വരുന്നത് ധാവണിയുടെ സെക്ഷൻ ആണ് വരുന്നത്. ധാവണിക്ക് അങ്ങനെ സൈസസ് ഒന്നും ഇല്ലല്ലോ, ബ്ലൗസ് അത് നമ്മളെ ഇഷ്ടത്തിന് തയ്ക്കണം, അതാണ് ഫ്രീ സൈസേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അത് നമ്മൾ ഷേപ്പ് അനുസരിച്ച് ചെയ്തെടുക്കണം. താഴത്തേക്ക് വരുമോ? താഴത്തേക്കും വന്നു. ഈ സെക്ഷൻ നിങ്ങളുടെയാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ സെക്ഷനും. ഓക്കെ, അപ്പൊ എന്താ പേര്? സോണി. സോണി, ബൈ. വരണ്ടാ? എന്റെ കൂടെ തൃശ്ശൂർ വരയ്ക്ക് പോണോന്ന് മുതലാളിയോട് കൊണ്ടോട്ടെ. ഒരാളെ തന്നിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പൊ ശരിയാവില്ല, മോളെ ഇവിടെ തന്നെ നിന്നോട്ടാ, അതാ നല്ലത്. ഇനി താഴത്തെ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സെക്ഷൻ വിട്ടുപോയി. നമ്മുടെ അണ്ണൻ അല്ലെങ്കിൽ നമ്മളെ കൊല്ലും ഈ സെക്ഷൻ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ. ഇത് വരുന്നത് നമ്മുടെ മെറ്റീരിയൽ സെക്ഷനാ, 2x2 മെറ്റീരിയൽ, ബ്ലൗസ് മെറ്റീരിയൽ, പോളിക്കോട്ടൺ ഒക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ എല്ലാ തരം നമ്മുടെ കളേഴ്സുകൾ വരുന്നുണ്ട് അല്ലേ, മെയിനായിട്ട് ബ്ലൗസ് പീസിന്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനിൽ നമുക്ക് ഓക്കെ, അതിന്റെ ആണല്ലേ ഇവിടെ ചെയ്ത് വെച്ചിരിക്കണേ, പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കണം. അഡ്രസ്സ് കാണിക്കണ്ട, അഡ്രസ്സ് കാണിച്ചാൽ ശരിയാവില്ല, പക്ഷെ പാക്കിംഗ് ഇതുപോലെ ആയിരിക്കും, സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ആയിരിക്കും പോണത്. ഇവിടെ പാക്കിംഗ് ചെയ്യണല്ലേ, ഇതാണ് പാക്കിങ്ങിന്റെ ഓൺലൈൻ. ഓക്കെ, പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ എനിക്ക് കുറച്ച് കുർത്തി കാണാനുണ്ട്. ഈ കുർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഓണത്തിന് നമ്മൾ കസവ് മാത്രമല്ല കുറച്ച് വേറിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതും നല്ലൊരു ഇതൊക്കെ നിങ്ങൾ ഓൺ ചെയ്യണതാണ്? ഇല്ല, നമ്മളിത് പർച്ചേസ് ചെയ്ത് വെക്കണതാണ്. ഓൺലൈൻ നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ധോത്തീസ്. ഇത് നമ്മള് ബുട്ടിക് കളക്ഷൻസ് ആണ്, അങ്ങനെ റയർ പീസുകളാണ്. ഇതൊക്കെ റയർ പീസുകളാണല്ലേ അല്ലേ? ഓക്കെ, സൈസസും അങ്ങനെ മീഡിയം ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് കളേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഓണം വൈബ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു വൈറ്റ് മാത്രം പിടിച്ചത്. പക്ഷെ ഇത് രണ്ടും പിടിച്ചോ, ഇത് രണ്ടും പോയി. പക്ഷെ ഈ ഒരു 2 ഷെയ്ഡും കൂടി കാണിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാം. ഇതാണ് 2-3 ഷെയ്ഡ്സ് ഉണ്ട് അത്യാവശ്യത്തിന്. ഈ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചോ, ആ കുട്ടി വെച്ചോളൂ. വാ. ഇനി നമുക്ക് കുറച്ച് ചേട്ടന്മാർക്കുള്ള മുണ്ടുകള്, മറ്റേ കളർ മുണ്ടുകള് ഈ സെക്ഷൻ, കളർ മുണ്ട് ഈ സെക്ഷൻ അല്ലേ? ഓക്കെ, കളർ മുണ്ടിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാവർക്കും എന്താ ധോത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയും കൂടി ഉണ്ട് അല്ലേ? മുണ്ട് എവിടെ ചേച്ചി? കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചേ. ഇതാണ് അടിപൊളി, കളറിനേക്കാളും കുറച്ചുകൂടിയും കോട്ടണില് വരുന്നതല്ല, ഫുൾ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചു വെച്ചിരിക്കണ പോലെ. പറയൂ, എവിടെ പോയി? ഇവിടെ ഞാൻ ഇതിൽ കയറി, അകത്ത് കയറി. അത് വന്നിട്ട് ഡിസൈൻ കണ്ടോ, ശ്രദ്ധിച്ചോ നിങ്ങൾ? ഞാൻ അതാ പറഞ്ഞ പെൻസിൽ കൊണ്ട് വരച്ചു വെച്ച പോലെയാണ് ആ ഒരു ഫീൽ. ഇത് വന്നിട്ട് ഇതില് അതായത് കേരളത്തിന്റെ ആർട്ട് എല്ലാം ഉണ്ട്, കഥകളി ഉണ്ട്, മേളം ഉണ്ട്, അങ്ങനെ എല്ലാ ഡിസൈൻസും ഉണ്ട്. ഇപ്പം കൂടുതലും ഓണത്തിന് പിള്ളേരെല്ലാം ട്രെൻഡി ആയിട്ട് ഉടുക്കാനായിട്ട് എടുത്തോണ്ട് പോണതാണ് നമ്മുടെ ഈ മുണ്ടുകൾ അല്ലേ? പിന്നെ കളറും കുറച്ചുകൂടി കൂടുതൽ എടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്തു, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും എന്തൊക്കെ പ്രിന്റ്സിൽ വരുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള കളറിലും വരുന്നുണ്ട്, അങ്ങനത്തെ കുറെ വെറൈറ്റീസ്. ഇപ്പൊ ഡിസൈൻ കാവിയില് ഒന്ന് അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉടുത്തോണ്ട് പോവാ, വെറൈറ്റി ആയിട്ട് ഉടുത്തോണ്ട് പോവാ, നോർമൽ അല്ലാതെ അങ്ങനെ ഉടുത്തോണ്ട് പോവാ. ഇതുപോലെ ബ്ലോക്ക് പ്രിന്റുകളും ഉണ്ടെന്നല്ലേ? ഇതൊക്കെ പക്ക പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. അതുപോലെ ഇതിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഏകദേശം 300 ആ റേഞ്ചാ വരുന്നത്. പ്രിന്റഡ് ആയതുകൊണ്ട് 300 ആ റേഞ്ച് ആണ് കേട്ടോ. മുതലുണ്ട്. ഞാൻ അതാ ചോദിച്ചത്, സ്റ്റാർട്ടിങ് 150 രൂപ മുതൽ നമുക്ക് മുണ്ടുകള് 150 രൂപ തൊട്ടുണ്ട്. അതിന് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോ കൈലി, കാവി, കളർ മുണ്ടുകള്, പിന്നെ തോർത്ത്, അങ്ങനത്തെ സംഭവം എന്ന് വെച്ചാൽ കർച്ചീഫ് തൊട്ട് കാഞ്ചിപുരം വരെ സാരീസ് ഇവിടെ കിട്ടും. ഫുൾ ഒരു ടെക്സ്റ്റൈൽ ആണോ ചോദിച്ചാ ഇതില്ലല്ലോ, മറ്റേ അണ്ടർ ഗാർമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. ഉണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ഞാൻ ഇല്ലാന്ന് പറയണമെന്നില്ല, ഞാൻ വിചാരിച്ചു അതാണ്. അപ്പൊ ടെക്സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽ തന്നെ, ഒരു ടെക്സ്റ്റൈൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ മെയിൻ സാധനം പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കേരള ട്രഡീഷണൽ ആണ്, എത്നിക് വേഴ്സ് കിട്ടണ ഒരു നല്ലൊരു ഷോപ്പാണ്. പിന്നെ ഇവരുടെ ഓൺ ഇത് വരുന്ന ഐറ്റംസ് ആണ്. അതും പുത്തമ്പള്ളിയിലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയാം നമുക്ക്. ഇത് തൃപ്പൂണിത്തുറ. ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ, എന്തൊക്കെയോ കുട്ടി വിളിച്ചോളൂ.
നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറയാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ പൂർണ്ണത്രേശ്യ ടെമ്പിളിലേക്ക് പോണ വഴിയാണ്. നമുക്ക് ഇവിടെ 3 ഷോപ്പ് ഉണ്ട് കസവ് നിലയം കൂടാണ്ട് വൈക്കത്തിൽ ഒരു ഷോപ്പ് ഉണ്ട്, അത് മഹാദേവ ടെമ്പിളിന്റെ അടുത്താണ്, അടുത്തായിട്ട്. അപ്പൊ 2 ഷോപ്പാണ് ആക്ച്വലി ഉള്ളത്. അപ്പൊ കസ്റ്റമൈസ് പോസിബിൾ ആണ്. അത് കൂടാണ്ട് ബൈ പറയണം എന്നുണ്ട്. അന്ന് ഒരു കുട്ടികളെ കണ്ടു, സ്കൂൾ കുട്ടികളെ കണ്ടു. നിങ്ങൾ മുഖം കാണിക്കണ്ട, എന്തെടുക്കാനാ വന്നടാ? സാരി എടുക്കാണ്ട്. നിങ്ങൾക്ക് എന്താ സെലിബ്രേഷൻ ആണോ? കഴിഞ്ഞ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞോ? കോളേജ് സ്റ്റുഡൻസ്. സ്കൂളാന്ന് പറയല്ലേ, കോളേജാന്ന് പറയും. ഉച്ചവരേക്കുള്ളൂ. നിങ്ങൾ എന്ത് പറയണേ? അപ്പൊ സാരി കിട്ടിയാ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കും. കളർഫുൾ ആയിട്ട് എടുക്കുക, നല്ല വെറൈറ്റി ഒക്കെ ഉണ്ട്. കാശാര് തന്നെ അമ്മ. കുട്ടികളായതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചതേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ ഇവിടുത്തെ കളക്ഷൻസ്. കനിയപ്പിന്റെ സ്റ്റാഫ്മാരൊക്കെ ഓരോരോ കസ്റ്റമറായിട്ട് ബിസിയാണ്, അതുകൊണ്ട് തന്നെ അവരെ എടുത്ത് പറയുന്നില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും വെറൈറ്റീസ് മോനൊക്കെ ആ വഴിക്ക് വിട്ടൂലേ? ഓക്കെ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ കസവ് നിലയം. കസവ് നിലയം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.